കാലം മാറുന്നു, വിണ്ണിൽ വാഴാൻ മോഹം തോന്നും. കാലം മാറുന്നു, പതിവായി കയറും പടികൾ പതറും. നാട്ടിൽ നാവിന്നു നീളം. ഏയ് നീ ആരെയും ഭയന്നിടാതെ 4 വാക്ക് ചൊല്ലു 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 ചൊല്ലു. കർക്കിടക നാള് നോക്കി കാത്തിരുന്നതല്ലേ, വിത്തെറിഞ്ഞു മാറിയെന്ന് പെയ്ത് തോർന്നതല്ലേ. കാലം മാറുന്നു, നീ വാഴാൻ പോരുന്നു. പോരുന്നു പോരുന്നു പോരുന്നു. കാലം മാറുന്നു, കാലം മാറുന്നു, വിണ്ണിൽ വാഴാൻ മോഹം തോന്നും. കാലം മാറുന്നു, പതിവായി കയറും പടികൾ പതറും. കാലം How old are you? 36. 36? Yes. I think we have a bit of a problem here, Mrs. Tamil Selvam. You definitely are aware of the age bar we have for this job, and it's 35. But I am just 36. Of course, but once the rule is set, it's really not flexible. Yes. My husband and daughter are going to Ireland. If I do not get the job there, I cannot go because we cannot afford in my husband's salary. We do understand your situation, Mrs. Tamil Selvam, and we do empathise, but that's pretty much the only thing we can do. We are truly sorry. Roger calling. VVIP. റൂട്ട് നമ്പർ 1 അലർട്ട്. പ്രസിഡന്റ് കോൺവേ രാജ്ഭവനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ട്രാഫിക് നിയന്ത്രിച്ച് റൂട്ടെല്ലാം ക്ലിയർ ചെയ്യണം. സാർ, വാസന്തി സന്തോഷ് റാമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. അതെ സാർ, അവർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ UD ക്ലർക്കായി ജോലി ചെയ്യുക. അവരുടെ ഹസ്ബൻഡ് സന്തോഷ് റാം ആകാശവാണിയിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവാണ്. വാസന്തിയുടെയും സന്തോഷിന്റെയും ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടിയിരിക്കണം. പേഴ്സണൽ പ്രൊഫഷണൽ രണ്ടും കിട്ടണം. സാർ, ഇത്രയും ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഈ ഷോർട്ട് ടൈമിൽ എടുക്കാൻ കഴിയുന്നത്? വേണ്ട എല്ലാ സോഴ്സും ഉപയോഗിച്ചോളൂ. നമ്മുടെ ടീമും IBയും പാരലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമാവും. ഒരുപാട് സമയമുണ്ട്. യെസ് സാർ. എല്ലാ സ്ഥലത്തുനിന്നും ബ്ലോക്കായിട്ട് തിരിച്ചുവിടുകയാണല്ലോ. ആരാത്? അവരുടെ ഹസ്ബൻഡാണ് സാർ. സത്യം പറയുകയാണെങ്കിൽ ഇതൊന്നും അത്ര ശരിയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ വേറെ വഴിയില്ല സാർ. ടെക്നോളജി നമുക്ക് ഉപയോഗിച്ചേ പറ്റും. ടെക്നോളജി ഈസ് നോട്ട് ഓൾവേസ് ഗുഡ്. കൈ നീട്ടിയാലേ ആട്ടോ മാത്രമേ നിൽക്കുള്ളൂ. ഗവൺമെന്റ് ബസ് നിൽക്കില്ല. സ്റ്റോപ്പിംഗ് ഈസ് ദേർ കേട്ടാ. സാറെ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മൈൽഡ് ഫ്രാക്ചറാ. അല്പം ഭയന്ന് പോയി, അത്രേ ഉള്ളൂ. താങ്ക് ഗോഡ്. ചെറുക്കൻ്റെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ടോ സാർ? എന്തു പറ്റി സന്തോഷ്?
സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ വന്ന് വണ്ടിയുടെ കുറുകെ ചാടി. അത്ര സീരിയസ് കേസൊന്നുമല്ല. സാറിന്റെ കുറ്റമൊന്നുമില്ല, ആ പയ്യൻ വന്ന് കയറിയതാ. അവന്റെ അച്ഛനൊരു റിപ്പോർട്ടർ അറിയാം. ഇതുവരെ എഫ്ഐആർ തയ്യാറാക്കിയിട്ടില്ല. ഇൻഷുറൻസ്, RC ബുക്ക്, ലൈസൻസ് ഒക്കെ കറക്റ്റ് ആണല്ലോ. അതൊന്നും വലിയ കേസല്ല. 330, 637 ചെറിയ കേസാണത്. ഫൈൻ കെട്ടിയാൽ മതി, പേടിക്കണ്ട. എന്തോ ആലോചിക്കുന്നത്? ജോലിയുടെ ആവശ്യത്തിനായിട്ട് എനിക്ക് അയർലൻഡിൽ പോകേണ്ടി വരും. 2 വർഷം ട്രൈ ചെയ്തിട്ട് ഇപ്പോഴാണ് എനിക്ക് പ്ലേസ്മെന്റ് കിട്ടിയിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് കഴിഞ്ഞ വിസ ഇന്റർവ്യൂ ഉണ്ട്. ഈ സമയത്ത് പോലീസ് കേസ്, കോടതി എന്നൊക്കെ പറഞ്ഞ് നടന്ന എന്റെ വിസ കിട്ടാൻ വല്ല പ്രോബ്ലംസ് ഉണ്ടായില്ല. പയ്യന്റെ അച്ഛൻ പ്രസ് റിപ്പോർട്ടറാ. വല്ല പ്രശ്നമാവോ എന്നുള്ള പേടിയാ. എനിക്കറിയില്ല. നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. നിന്റെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ലൈസൻസ് ഉണ്ടോ? ആ, വൈഫിന് ലൈസൻസ് ഉണ്ട്. അവരും നിന്റെ കൂടെ അയർലൻഡിലേക്ക് വരുന്നുണ്ടോ? ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്താ, പക്ഷെ അത് വർക്കൗട്ട് ആവും തോന്നുന്നില്ല. ഡിപ്പെൻഡന്റ് വിസയിൽ കൊണ്ടുപോകാൻ ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ മാത്രം പോകാമെന്നാണ് വിചാരിക്കുന്നത്. ചേട്ടാ, ഇയാളുടെ വണ്ടിയാണ് മോനെ ഇടിച്ചത്. ആ പയ്യന്റെ അച്ഛനാ, പേര് രംഗനാഥൻ. ഞാൻ പറഞ്ഞില്ലേ, റിപ്പോർട്ടർ. അല്ല, നിന്റെ വൈഫിൻ്റെ അടുത്ത് ലൈസൻസ് ഉണ്ടല്ലോ. കണ്ടക്ടർ, തോപ്പും പൊടിയും നിർത്ത്. ഇതെന്നെ പിടിച്ച് തള്ളുന്നത്. കുഞ്ഞെ, റേബാൻ തിയേറ്റർ ഒന്ന് ഇറക്കി വിടണേ. ഇനി 6 സ്റ്റോപ്പും കൂടി ഉണ്ട്, അവിടെ പോയിരിക്കേ. ഒന്ന് മാറിക്കേ. എനിക്ക് ഇറങ്ങാൻ ഇനി 6 സ്റ്റോപ്പും കൂടി ഉണ്ട്. എന്താ വാ വിളിക്കുന്നേ? 7 എണ്ണത്തിനെ പറ്റവളെ എണീപ്പിച്ചിട്ട് നീ ഇവിടെ ഇരിക്കുകയാണല്ലേ? ശരി, എന്നാ ഇങ്ങ് ഇരുന്നോ. പറഞ്ഞതിന് നന്ദി. നീ തന്നെ അങ്ങ് ഇരുന്നു. താങ്ക്സ്. എന്താ ഇഡ്ലി കച്ചവടമൊക്കെ? ഒന്നും കാണുന്നില്ലല്ലോ. ഓ, ഇന്നത്തെ കാലത്ത് ആരാ ഇതൊക്കെ തിന്നുന്നേ? എല്ലാവർക്കും പിസയും ബ്രെഡും ബർഗറും ഒക്കെയാ വേണ്ടേ. ഞാനൊരു ജൗളിക്കട മുതലാളിയുടെ വീട്ടിൽ വേല എടുക്കുക. ചെന്ന് കയറിയ ഉടനെ എനിക്ക് സാൻഡ്വിച്ചാ തരുന്നേ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, വണ്ടി ഓഫാക്ക്. എന്തു പറ്റി? ഇന്ത്യയുടെ പ്രസിഡന്റ് വന്നിരിക്കുക. എപ്പോ വന്നു? അദ്ദേഹം നിനക്ക് ഫോൺ ചെയ്തില്ലേ? പത്രം വായിക്കണം, ടിവിയിലൊക്കെ വാർത്ത വന്നതാ. ഓ, അതാണോ എല്ലായിടത്തും ട്രാഫിക് ബ്ലോക്ക്? അല്ല, ഇന്നലെ പാസ്പോർട്ട് ഓഫീസില് കൊച്ചിന്റെ അടുത്ത് നിന്നതാരാ? കൊച്ചിന്റെ ചിറ്റപ്പനാ? എന്താ കളിയാക്കുവാ? അതെന്റെ ഹസ്ബൻഡാ. ഓ, അത് ശരി. നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ ലീവ് എടുത്തിട്ട് പോകണം. നിങ്ങളുടെ സൗകര്യത്തിനൊന്നും ഒപ്പിടാൻ ഇത് നിയമസഭയൊന്നുമല്ല. സോറി സർ, എല്ലാ സ്ഥലത്തും ഭയങ്കര ട്രാഫിക്, റോഡ് മൊത്തം ബ്ലോക്ക്. മെട്രോയുടെ പണി തീരുന്നത് വരെ അങ്ങനെയൊക്കെ ആയിരിക്കും. വേണമെങ്കിൽ 2 വർഷത്തേക്ക് ലീവ് എടുത്തോളൂ. ഇതെന്നാലും ക്ഷമിക്കാം. തങ്കപ്പെന്ന് എഴുതേണ്ട സർട്ടിഫിക്കറ്റിൽ തങ്കപ്പെണ്ണെന്ന് എഴുതി ആണിനെ പെണ്ണാക്കുന്നു, പെണ്ണിനെ ആണാക്കുന്നു. അയാൾ രാവിലെ വന്നിട്ട് ചൂടായിട്ടാണ് പോയത്. ഒരു ഫയൽ പോലും മര്യാദയ്ക്ക് നോക്കുന്നില്ല. എല്ലാ ഫയലും വലിച്ചു വരെ ടേബിളിൽ വെച്ചിട്ട് അതിൽ കിടന്ന് നല്ല പോലെ ഉറങ്ങും. ദാറ്റ്സ് എ ലിമിറ്റ് ഫോർ എവറിത്തിങ്. നമ്മളെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ തന്നെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുക. പ്രായം കുറെ ആയില്ലേ, ഇനി ഉത്തരവാദിത്തമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ. ഇനി നിങ്ങളെ കുറിച്ച് വല്ല കംപ്ലൈന്റും വന്നാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ടേക്ക് ആക്ഷൻ. എക്സ്ക്യൂസ് മീ സർ, മേ ഐ കം ഇൻ? നിങ്ങൾക്ക് പോകാം. യെസ്. ആ പിശാച് റാണിയാണെന്നാ തോന്നുന്നേ. വാസന്തി, നോക്ക്, ഇനി 1 hour, ½ hour എന്ന് പറഞ്ഞ് പെർമിഷൻ ചോദിച്ചു വന്നേക്കരുത്. ഇയാൾ കാരണം എന്റെ പണി പോകുന്ന തോന്നണം. ആ സൂപ്രണ്ട് ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പണി ബാപ്പനും കൂടെ ആയനെ. സോറി സർ. ആ ചെല്ല് ചെല്ല്. അതെ, നീ ഒപ്പിട്ട് പുറത്തേക്ക് പോയോടനെ ആ റാണി അകത്തേക്ക് പോണ കണ്ടു. അപ്പോഴെനിക്ക് തോന്നി എന്തോ ഗുലുമാലൊപ്പിക്കാനാണെന്ന്. പിന്നെ സത്യസന്ധതയുടെ നിറകുടമാണല്ലോ. സത്യം മാത്രമേ പറയൂ മഹാറാണി. ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം എനിക്കുണ്ടായിരുന്നെങ്കിലേ ഇവള് ഉറങ്ങുന്ന ഫോട്ടോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിലിടും. ഉറപ്പാ. അതൊന്നും വേണ്ടട്ടാ. പിന്നെ അവളും അങ്ങോട്ട് ഇടാൻ തുടങ്ങും. ഏതായാലും നല്ല ദിവസമായിരുന്നു. എന്ത് ചെയ്യാനാ പറ. ഇന്റർവ്യൂവിന് പോയപ്പോ അതങ്ങനെ, ഇവിടെ വന്നപ്പോ അത് അതിലും വലിയ പ്രശ്നം.
ഇന്ന് നേരത്തെ തന്നെ സ്കൂൾ വിടും. വരില്ല അമ്മേന്ന് മിഥില ചോദിച്ചു. തീർച്ചയായിട്ടും വരാന്ന് പറഞ്ഞു. ഇനിയിപ്പോ എങ്ങനെ പോവാനാ? എനിക്ക് ഓഫീസ് പ്യൂൺ മുതൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ എല്ലാം പ്രശ്നമാണ്. മേഡം, രാവിലെ മുതൽ മേഡത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. വയസ്സായ ആളല്ലേ പാവം. ഇന്ന് നിന്റെ കട്ട പോകുകയാണ് കേട്ടോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്തു കൊടുത്തേ. എന്താ വേണ്ട പറ. എന്റെ മകളുടെ കല്യാണത്തിന് കഴിഞ്ഞ ആഴ്ച വിവാഹധന സഹായത്തിന് ഒരു അപേക്ഷ നൽകിയിരുന്നു. എന്റെ മകളുടെ കല്യാണത്തിന് കഴിഞ്ഞ ആഴ്ച വിവാഹധന സഹായത്തിന് വേണ്ടി പണം ചോദിച്ചുകൊണ്ട് ഒരപേക്ഷ കൊടുത്തായിരുന്നു ഞാൻ. 1 മാസമായി ഇതുവരെ ഒരു വിവരവും ഇല്ല. ഇപ്പോഴും അത് തഹസിൽദാരുടെ മേശപ്പുറത്താ ഉള്ളത്. എന്റെ കയ്യിൽ വന്നിട്ടില്ല. വരുമ്പോഴൊക്കെ ഇത് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ മാറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞിട്ട് വരും. പോയിട്ട് ബുധനാഴ്ച വാ. സന്തോഷമായി, വരട്ടെ. തന്റെ പേരെന്താ? ഞാൻ അങ്ങ് മാറുന്നു. ജയചന്ദ്രൻ. ഓ, അപ്പൊ ഹരിചന്ദ്രൻ അല്ലല്ലോ. 2-3 മാസമല്ലേ ആയിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. ഞാനിവിടെ 14 വർഷമായി കേട്ടോ. ഇത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എൻക്വയറിയാണ്. പ്ലീസ് കീപ് ഇറ്റ് കോൺഫിഡൻഷ്യൽ. ഓക്കെ, താങ്ക് യു. സാർ, ഞാനിവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. വാസന്തിയുടെ എല്ലാ ഒഫീഷ്യൽ ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്തു സാർ. അതെ സാർ, പേഴ്സണൽ ഡീറ്റെയിൽസ് 2 മണിക്കൂർ കൊണ്ട് കിട്ടും. താങ്ക് യു സാർ. എന്തിനാ ഇവിടേക്ക് വരാൻ പറഞ്ഞു? ധൃതി വെക്കാതെ ഞാൻ പറയാം. പെട്ടെന്ന് പറഞ്ഞ ആ ത്രില്ലങ്ങ് പോകും. ടുഡേ ഈസ് എ ബിഗ് ഡേ. വാ. അമ്മ ഇതൊന്ന് വായിച്ചു നോക്ക്. അമ്മയ്ക്ക് കാഴ്ച കുറഞ്ഞെന്നാ തോന്നുന്നേ. എന്തായാലും വേഗം കണ്ണട വെച്ചോളൂ. പൊടി. ഹായ് മിഥില. ഹായ്. ഹായ് ആന്റി. വാടാ, നമുക്ക് ആ ലാസ്റ്റ് ടേബിളിൽ ഇരിക്കാം. ഏതാടി അങ്കിൾ ബൻ? എന്നെ ആന്റി എന്ന് വിളിക്കാൻ? എന്റെ ക്ലാസ്മേറ്റാ. 35+ ആണെങ്കിൽ ഞങ്ങൾക്ക് ആന്റി അമ്മേ. 35+ ജെൻസിനെ എല്ലാം അങ്കിൾ എന്നാണോ വിളിക്കുന്നത്? 35+ ആണെങ്കിൽ ഞങ്ങൾ അങ്കിൾ എന്നും വിളിക്കില്ല, ഹായ് എന്നും പറയില്ല. തമാശ അമ്മേ. ഇതെന്ത് ബ്രോച്ചറാടി? നമുക്ക് വേഗം അയർലൻഡിൽ പോകാൻ വേണ്ടി ശാന്തി ടീച്ചർ വരുത്തിച്ചു തന്നതാ. നമ്മൾ താമസിക്കാൻ പോകുന്ന അയർലൻഡിൽ 2 ലീഡിംഗ് സ്കൂൾ ഉണ്ട്. ഇത് ടക്ക് ഷോപ്സ്, നമ്മുടെ നാട്ടിലെ ക്യാൻറ്റീൻ പോലെ. മാസത്തിലൊരിക്കൽ സ്റ്റുഡൻസാ നടത്തുന്നത്. അതിൽ കിട്ടുന്ന ലാഭം അവർ സ്റ്റുഡൻസിന് തന്നെ തരും. സോ എനിക്ക് അവിടെ പോക്കറ്റ് മണിയുടെ ആവശ്യമില്ല. അത് മാത്രമല്ല, വാസന്തി എനിക്ക് ചെലവ് ചെയ്തതൊക്കെ കുറച്ച് ചേർത്ത് ഞാൻ തിരിച്ചു തരും. ഇത് വായിച്ചു നോക്കാമേ. ഹൈസ്കൂൾ ലെവലിൽ തന്നെ ദേ ആർ ഓഫറിംഗ് 3 സ്ട്രീംസ്. അതിൽ പ്രധാനം നമ്മൾ എല്ലാവരും ഒന്നിച്ച് അയർലൻഡ് പോകുമോ എന്നറിയില്ല. എനിക്ക് വേറെ ജോബ് ഓപ്പർച്യൂണിറ്റി വന്നാലേ പറ്റൂ. അതെപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. ഇന്റർവ്യൂവിൽ എനിക്ക് പ്രായം കൂടുതലാന്ന് പറഞ്ഞ് എന്നെ റിജക്ട് ചെയ്തു. മാഡം, ഇവിടെ ഓക്കെ. മിത്തി, മിത്തി. എക്സ്ക്യൂസ് മീ. യെസ്. ഇതൊന്ന് പാക്ക് ചെയ്തേക്കണേ. ഓക്കെ മാഡം. സർ, ഇൻകമിംഗ് കോൾ. ഗിരിജ ശ്രീനിവാസൻ. ഹലോ. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു ഗിരിജ. സോറി വാസന്തി. ഓ, ഇന്നാണല്ലേ ബർത്ത്ഡേ. ഗോഡ് ബ്ലസ്. പിന്നെ 16-ന് ജനിച്ചവർക്ക് കുഴിമടിയരാന്നാ പറയാറുള്ളത്. ആണോ? അതെ സാർ. എന്റെ ബർത്ത്ഡേയും ഇന്നാ. സോറി സാർ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ സർ. താങ്ക് യു. ഇങ്ങനെ ഒരു ബർത്ത്ഡേ വരാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ ജീവിതത്തിൽ ഒരു വൃത്തിയായിട്ട ദിവസം ഉണ്ടെങ്കിൽ അത് ഇന്നാ. ശരി, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ ഏതാണ്ട് ചോദ്യത്തിന് ഇന്റർവ്യൂവിന് മാറി അതൊക്കെ ആൻസർ ചെയ്തില്ലല്ലോ. അതെ, അതിനെന്താ? അതൊക്കെ നോണേണ്. നിനക്ക് വയസ്സ് കൂടുതലായതുകൊണ്ടാണ് ഇന്റർവ്യൂന്ന് റിജക്ട് ചെയ്തതെന്ന്.
ആ റാണി ഓഫീസിൽ മുഴുവനും പറഞ്ഞോണ്ടിടക്കണേന്. അവള് നടു ഒടിഞ്ഞ് താഴെ വീഴണം, മുൻപല്ല രണ്ടും പൊട്ടണം. ഇന്റർവ്യൂ ബോർഡില് അവളുടെ കസിൻ ആരാണ്ടുണ്ടെന്ന്. നിനക്ക് 40 വയസ്സായതുകൊണ്ട് ഇനി നിനക്ക് അയർലാൻഡിലോട്ട് പോകാൻ പറ്റില്ലെന്ന് അവൻ പറഞ്ഞെന്നാണ് അവള് പറയണത്. ആർക്കാടി 40 വയസ്സ്? അവക്കാ 40 വയസ്സ്. 40 അല്ല 47 വയസ്സ്. ബ്യൂട്ടി പാർലറിലൊക്കെ പോയി 10 വയസ്സ് കുറച്ച് നടക്കണേന്. ഹലോ 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 വാസന്തി, ഹലോ. പുറത്ത് കണ്ടില്ലെങ്കിലും അകത്ത് ധാരാളം സിൽവർ റേസ് ഉണ്ട്. ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെയാ ഈ മുടി ഇത്രയും നരച്ചത് മാഡം? അതാ എനിക്കും മനസ്സിലാവാത്ത. ഫുഡ്, ടെൻഷൻ, ഇതുപോലെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. ഹെയർ കളറും ചെയ്ത് ഒരു ഫേഷ്യലും കൂടി ചെയ്താൽ 10 വയസ്സ് കുറഞ്ഞതുപോലെ തോന്നും. കാലം മാറുന്നു, വിണ്ണിൽ വാഴാൻ മോഹം തോന്നും. കാലം മാറുന്നു, പതിവായി കയറും. കുമാരൻ 500 രൂപയ്ക്ക് ചില്ലറതാ. 1 കിലോ ക്യാരറ്റ് തക്കാളിയൊക്കെ എടുക്കട്ടെ. അതെന്റെ ടെറസിന്റെ മുകളിലുണ്ട്, നീ ആദ്യം ചില്ലറതാ. ടെറസിന്റെ മേളിൽ തക്കാളിക്കായും കത്തിരിക്കായും ഉണ്ടാവും. ബീൻസും ക്യാരറ്റ് ഊട്ടിയിലും കൊടൈക്കനാലിലും ഉണ്ടാവും. താടാ വെള്ളി നൂലെല്ലാം മാറി ഇപ്പൊ സ്വർണ്ണ നൂലായല്ലോ ചേച്ചി. തലയ്ക്ക് കുറച്ച് കാശ് ചെലവാക്കിയാലെന്താ? ചേച്ചി ചേച്ചിയുടെ വയസ്സ് പറയത്തില്ല, കൊച്ചു പെണ്ണിനെ പോലായി. കർക്കിടക നാള് നോക്കി കാത്തിരുന്നതല്ലേ, വിത്തെറിഞ്ഞു മാറിയെന്ന് പെയ്ത് തോർന്നതല്ലേ. കാലം മാറുന്നു, നീ വാഴാൻ പോരുന്നു. എന്താ മോളെ ഇത്ര വൈകിയത്? ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു അച്ഛാ. എന്തായി മോളെ അയർലൻഡിലേക്ക് പോകുന്ന കാര്യം? അതിങ്ങനെ പോകുന്നു. സ്കോട്ട്ലാൻഡ് പിരിഞ്ഞാലോ പ്രശ്നം. ഇപ്പൊ ഒരു കുഴപ്പമില്ല. എന്തു പറ്റി? സഹിക്കാൻ വയ്യ, കൊതുകടി. ഇങ്ങനെ കാട് പിടിച്ച് കിടന്നാ പിന്നെ കൊതു വരില്ലേ? ഒക്കെ ഉണങ്ങിപ്പോയല്ലോ, ശ്രദ്ധിക്കാറില്ലേ? സമയല്ല സർ, മോക്ക് തോന്നിയ അവള് വെള്ളം ഒഴിക്കും. ഇപ്പൊ അവളും വിട്ട്. ഒന്ന് ശ്രദ്ധിച്ചാ വീട്ടിലേക്കുള്ള പച്ചക്കറിയെങ്കിലും കിട്ടില്ലേ? മോളിൽ കുറച്ച് ജോലിയുണ്ട്, അതൊന്ന് ശരിയാക്കണം. അഗ്രികൾച്ചർ ഓഫീസിൽ എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, പറഞ്ഞു വിടട്ടെ? ശരി മോളെ, എന്നാ പിന്നെ പറയാം. എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടാൻ കാരണം കുട്ടി അവളുടെ നമുക്ക് മനസ്സിലായോ? ലക്ഷ്മി പറഞ്ഞായിരുന്നു. ലക്ഷ്മി പത്നിയോട് പറയുന്നത് അവൻ അടുത്ത റൂമിൽ നിന്ന് കേട്ടു. എന്നിട്ട് പക്ഷെ അവൻ അറിഞ്ഞ ഭാവം കാണിച്ചില്ല. ഒന്ന് ശബ്ദം കുറയ്ക്കുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും മാത്രം കേട്ടാ മതി. ഈ വീട്ടിൽ പഠിക്കാനും സമ്മതിക്കില്ല. സ്കൂള് വിട്ട് വന്ന ഉടനെ ബാഗ് എടുത്ത് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ചെരിപ്പുരുട്ടി കാലം കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. എന്താണ് ഇവ ചോദിച്ചപ്പോ പറയാ നിങ്ങളെ ജോലി നോക്കാനെന്ന്. ഇങ്ങനെ വിട്ടാലുണ്ടല്ലോ നാളെ നിന്നെ ആയിരിക്കലാനും കുറ്റം പറയാ. ഞാൻ പറയുന്നത് സത്യമാ. അയ്യോ ഇതെന്താണ് ഇത്? ഞാൻ അവളോട് പോയി ചോദിക്കട്ടെ. എനിക്ക് 36 വയസ്സായി. അത് എന്റെ കുറ്റമൊന്നുമല്ല. ഈ കാലചക്രം എന്ന് പറയുന്നൊന്നുണ്ട്, അത് കറക്കുന്നത് ഞാനല്ല. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നതുകൊണ്ട് എന്റെ പ്രായം കുറയാൻ പോകുന്നില്ല. 36 വയസ്സിലൊന്നും അല്ല ഞാൻ നിന്റെ അമ്മയായത്. 23 വയസ്സിൽ ഞാൻ നിന്റെ അമ്മയായി. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. ഇപ്പോഴും അച്ഛനും മോളും അയർലാൻഡ് എന്ന് കുതിക്കുന്നേ. കഴിഞ്ഞ വർഷം അയർലാൻഡ് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. അമ്മയോട് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ എന്തിനാ ഇപ്പൊ ചൂടാവുന്നേ? പിന്നെ ഒരു ഡ്രീം നഷ്ടപ്പെടുമ്പോഴുള്ള സങ്കടം എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടായവർക്കേ മനസ്സിലാവും. 13 വയസ്സിൽ നിനക്കെന്താ അത്ര ഡ്രീം? ഞങ്ങളുടെ കാലത്തിൽ 1-2 മാത്രമേ തലതിരിഞ്ഞു പോകൂ. ഇപ്പൊ എല്ലാം തലതിരിഞ്ഞു പോയി, ഇന്റർനെറ്റ് കാരണം. എന്റെ കോളേജ് ഓട്ടോഗ്രാഫ് ബുക്കിലെ ഡോണ്ട് ഫർഗെറ്റ് മീ വെൻ യു കോൺക്വർ ദ വേൾഡ് എഴുതിയത് ആരാന്നറിയോ? ബ്രിട്ടാനിയ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ സൂസൻ ഡേവിഡ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോഴും ഉണ്ട്. നിന്നെക്കാളും മെഡൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. കാണണോ? ഞാനതൊരു 500 പ്രാവശ്യം കണ്ടതാ. ഇനി അത് പൂജവെപ്പിനും കൃഷ്ണജയന്തിക്കും എടുത്താൽ മതി. നിന്റെ ഡ്രീം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയല്ലേ
ഞാൻ എൻ്റെ ഡ്രീം മറന്നത്. ഓ, എത്ര വലിയ സാക്രിഫൈസ്! ഒരു അമ്മ ഇതുപോലത്തെ ഒരു സാക്രിഫൈസ് ചെയ്തിട്ടില്ല. നേടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നേടാം. അമ്മ എല്ലാം ചെയ്തിട്ട് എന്റെ തലയെ പഴിച്ചായിരിക്കാ. ഒന്നും തലയിലേക്ക് വെക്കുവല്ല, നീ സ്വപ്നം കാണുന്ന രീതിയിലാണ് നിന്നെ ഞാൻ വളർത്തിയത്. എൻ്റെ അമ്മ അങ്ങനെയല്ല വളർത്തിയത്. എല്ലാവരും പെൺകുട്ടികളെ അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് എന്ന് പറഞ്ഞാ വളർത്തുന്നത്. ആ കാലത്തെല്ലാം അങ്ങനെയാ. നിന്നെ പോലെ ഈ രീതിയിൽ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നെ ചൂല് കെട്ടുകൊണ്ട് അടിച്ച് താഴെ ഇടുമായിരുന്നു. അമ്മ പ്ലീസ്, അമ്മയോട് സംസാരിച്ച ഐ ബിക്കം ഓൾഡ്. പെട്ടെന്ന് കിളവിയാകും. എനിക്ക് ഒരുപാട് പ്രോജക്റ്റ് ചെയ്യാനുണ്ട്, തീർക്കണം. വിട്ട് കളഞ്ഞേക്ക്. അവള് ദേഷ്യം വന്നപ്പോ പറഞ്ഞായിരിക്കും. പിന്നെ നിന്റെ അല്ലേ മോള്, അപ്പൊ ആ ഗുണം കാണിക്കായിരിക്കും. അവൾ എന്റെ മോളല്ല, കുട്ടി പിശാശം. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, എന്നാ നീയും കുറച്ച് കഴിച്ചോ. അതെന്താ അങ്ങനെ ഒരു പുതുമ? ഞാൻ നല്ല ഒന്നാം തരം കേക്ക് കഴിച്ചു. ഈ കഴിക്കുന്നതേ നമ്മുടെ ടെറസിൽ വളർന്നതാ. ഈ സാലഡിന് 20,000 രൂപയോ? അല്ല, എന്റെ മുടിയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എന്തുപറ്റി? അപ്പൊ കണ്ടില്ലേ? നന്നായിട്ടുണ്ട്. കള്ളം പറയരുത്. അല്ലല്ല, ശരിക്കും നന്നായിട്ടുണ്ട്. വയലറ്റ് ആണോ? റെഡ് ഗോൾഡ്. ഇപ്പൊ നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴുകിക്കളയാൻ ഞാനൊരു ഡൈസ്റ്റൈനർ വാങ്ങിയിരുന്നു. ഇനിയിപ്പോ എനിക്ക് ധൈര്യമായി. നാളെയാണ് മോളുടെ സ്കൂളിലെ പാരന്റ്സ് ഡേ സെലിബ്രേഷൻ. ഒന്ന് പോയി കലക്കണം. കലക്കാം കലക്കാം. ഇന്റർവ്യൂല് തോറ്റേന് എന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് 34 കോടി രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഓപ്ര വിൻഫ്രൈ പോലും 5 പ്രാവശ്യം ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ടത്. എന്താ പറഞ്ഞേ? 34 കോടിയോ? അവരാരാ? അത് നമ്മുടെ ഈ കൊച്ചുകടവന്തറ അടുത്തുള്ളൊരു പെങ്കൊച്ച. കൊള്ളാലോ, നമ്മുടെ നാട്ടുകാരിയാ. ഇനി എന്റെ അയർലൻഡിൽ പോക്ക് എന്താവോ എന്തോ. എന്താ? അതെന്താ? ഒന്നുമില്ല, രാവിലെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. സ്കൂളിൽ പഠിക്കുന്നൊരു പയ്യൻ വന്ന് നമ്മുടെ വണ്ടിയുടെ വട്ടം ചാടി. എന്നിട്ട് സീരിയസ് എന്തെങ്കിലും? ഇല്ല, അങ്ങനെ സീരിയസ് ആയിട്ടൊന്നുമില്ല. ഞാൻ അപ്പം തന്നെ ആ പയ്യനെ അവിടെ നിന്ന് എടുത്ത് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. കേസായാലോ എന്നൊരു ചെറിയ പേടിയുണ്ട്. നമ്മുടെ വിസ പ്രോസസ്സിങ്ങിനെ ചിലപ്പോൾ ബാധിക്കും. വിസയ്ക്ക് വേണ്ടി ഇത്രയും വർഷം കഷ്ടപ്പെട്ടിട്ട് അത് കൈ കിട്ടാൻ പോയ സമയത്താ. ഈ കേസ് എന്ന് പറഞ്ഞാ അറസ്റ്റും മറ്റും ഒന്നും വരത്തില്ലല്ലോ അല്ലേ? ഇല്ലില്ല, ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും വിസയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്. അച്ഛൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനാ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞ് ആ ലൈസൻസ് കൊടുത്താൽ മതിയായിരുന്നു. എല്ലാവർക്കും നല്ലത് വരണമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു ജീവിതമായിപ്പോയി എൻ്റെ. ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞാലോ? അയ്യ, അത് വേണ്ട. എന്റെ ലൈസൻസ് കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാകട്ടെ. അത് വാങ്ങി വെച്ചതല്ലാതെ ഇതുവരെ ഞാൻ പുറത്തെടുത്തിട്ടില്ല. നിങ്ങളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. വിസയുടെ കാര്യം എന്താ വെച്ചാൽ ശരിയാക്കാൻ നോക്ക്. ഓക്കെ, ഞാനൊരു ഫോൺ ചെയ്തിട്ട് ഇപ്പം തന്നെ വരാം. ആ ഹലോ, എടത് ഞാനാ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. വാസന്തിക്ക് ഒരു പ്രശ്നമില്ല, പക്ഷേ അവൾക്ക് വേറെ പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ കൈകാര്യം ചെയ്യണം. താങ്ക് യു. ആ ശരി, വെക്കട്ടെ. ഗുഡ് നൈറ്റ്. എന്താ ഇവിടെ നിൽക്കുന്നേ? ഒന്നുമില്ല. ആരായിരുന്നു വിളിച്ചേ? ഓഫീസ് കൊളീഗ്. ബർത്ത്ഡേക്ക് വിഷ് ചെയ്തതാ. വാ, ആഹാരം കഴിക്കാം. ആകാശവാണി തിരുവനന്തപുരം നിലയം. നിങ്ങൾ ഇതുവരെ കേട്ടത് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പുതിയ തീരുമാനങ്ങളെക്കുറിച്ചും അവ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ചും സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാരത്തോൺ മത്സരത്തിൽ എല്ലാവരും പങ്കുചേരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഇനി അല്പസമയത്തിനുള്ളിൽ കാലാവസ്ഥാ പ്രവചനം കേൾക്കാം. സർ, ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാറിനെ അന്വേഷിച്ച് വിളിച്ചായിരുന്നു. കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്പർ തന്നിട്ടുണ്ട്. ഇതാ. നമസ്കാരം, ആകാശവാണി നിലയം. ആ പറയൂ സാർ. ഹലോ, ഞാൻ സന്തോഷ് റാമാണ് സംസാരിക്കുന്നത്. സ്റ്റേഷനിലേക്ക് വിളിക്കണമെന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തിരുന്നല്ലോ. ആ അതെ സാർ. ശരി സാർ. ഗുഡ് ഈവനിങ് സാർ.
സൗത്തിൽ നിന്ന് വൈറ്റിൽ വരെ ട്രാഫിക് ബ്ലോക്ക് ആണ്, അത് വേഗം ക്ലിയർ ചെയ്യേ. കറക്റ്റ് 4 മണിക്ക് തന്നെ പ്രസിഡന്റ് രാജ്ഭവനിലെത്തും. ഓവർ. എഴുതിയായിരുന്നോ? ഇനി സൈൻ ചെയ്യുന്നുണ്ട്. സ്റ്റീഫൻ സാറിനെ കാണാൻ വേണ്ടി. സാർ സർ നമസ്കാരം സർ, ഞാൻ സന്തോഷ് റാം. വേഗം പോ, വായി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, തനിക്ക് വേറൊരു പണിയില്ലേ? എന്താ? ഞാൻ സന്തോഷ് റാമാണ് സർ. ആക്സിഡന്റ് കേസാണോ? അതെ സർ. ഇതാരാ? അതെന്റെ വൈഫാണ്. ഈ കാണുന്ന ആരാ? ഞാനാണ് സർ. ലൈസൻസ് നോക്കാറില്ലേ? ഈ പാസ്പോർട്ട് ഉണ്ടോ? 18ാമത്തെ വയസ്സിൽ എടുത്തതാ. ഡേറ്റ് കഴിഞ്ഞിട്ട് 2 വർഷമായി. ആക്സിഡന്റ് നടന്നപ്പോൾ സാർ ഇവിടെ ആയിരുന്നു? ഞാൻ വണ്ടി തന്നെ ഉണ്ടായിരുന്നു സർ. വീട്ടിൽ കുക്കിംഗ് ഒക്കെ ആരാ? ഞാനാ സാറേ. ഹൗസ് വൈഫാണോ? അല്ല സർ, ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാം. ജോലിക്കും പോകുന്നുണ്ട്, അടുക്കളപ്പണിയും ചെയ്യുന്നുണ്ട്, കാർ ഓടിക്കുന്നുണ്ട്. അല്ല, അപ്പൊ ഈ സാറിന് എന്തുവാ ജോലി? സർ ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻസ്പെക്ടർ രാമോഹൻ സാറിന്റെ ഫ്രണ്ടാണോ? ആ റിപ്പോർട്ടർ ഇവിടെ ഉള്ളവർക്കെല്ലാം ഫ്രണ്ടാ. ഇതാ നോക്ക്, ഇത് കേസായി. RTI ക്രൈം. ഈ കുറ്റത്തിന് 3 വർഷം തടവെന്നാണ് നിയമത്തിലുള്ളത്. ഇനി നിങ്ങളുടെ പുറകെ പത്രവും ടിവിയും കോടതിയും ഒക്കെ വരും. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, റേഡിയോയിൽ പോയി ന്യൂസും കൂടെ വായിച്ചേരും. സ്റ്റീഫൻ സാർ. ഗുഡ് മോർണിംഗ് സാർ. വൈറ്റ് ലൈനിൽ ട്രാഫിക് ജാം ആയിരിക്കുന്നല്ലോ സാർ. 2 പ്രാവശ്യം നോ പാർക്കിംഗ് എന്ന് എടുത്തതാ. റിക്കവറി വൺ പോയിട്ടുണ്ട്. എങ്കിൽ ആദ്യം നിങ്ങൾ അങ്ങോട്ട് പോകും സ്റ്റീഫൻ. യെസ് സാർ. സാർ വന്നുകൊണ്ടിരിക്കുക. ഞാൻ അറിഞ്ഞില്ല. നിനക്ക് എന്താ പിന്നെ അറിയാവുന്നു? നിന്റെ പേരൊക്കെ പറഞ്ഞു, പക്ഷെ അയാൾ റെസ്പോണ്ട് ചെയ്തില്ല. ഇപ്പം പ്രശ്നം അതൊന്നുമല്ലടാ. എൻ്റെ വൈഫിൻ്റെ ലൈസൻസ് എക്സ്പയറി ആയിട്ട് 2 വർഷം കഴിഞ്ഞു. അതെ, അത് വലിയ പ്രശ്നമാണ്. നമുക്കിനൊരു വക്കീലിനെ വെച്ച് മൂവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡേറ്റ് ഓഫ് ബർത്തോ? ആർക്കറിയാം. മാഡത്തിൻ്റെ ജാതകത്തിലൊരു ഡേറ്റ് ഓഫ് ബർത്ത്, സ്കൂളിൽ ചേർത്തത് വേറെ ഡേറ്റിൽ, SSLC ബുക്കിലാണെങ്കിൽ ഇതിലൊന്നും പെടാത്ത ഡേറ്റാ. മാഡം എപ്പോഴാണ് ജനിച്ചെന്ന് മാഡത്തിന് പോലും അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഹെയറൊക്കെ കളർ ചെയ്ത് +2 ചേരാൻ പോവില്ലേ? ഇല്ലടാ, ഈ കേസ് തീരുന്നവരെ എനിക്കൊരു ടൂറിസ്റ്റ് വിസയിൽ പോലും എങ്ങും പോകാൻ പറ്റില്ല. അയർലൻഡിലേക്കല്ല, ഒരു നരകത്തിലേക്കും പോകുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് അയർലൻഡിലേക്ക് പോകുന്നതുകൊണ്ട് എക്സ്പയർ ആയ ലൈസൻസ് എന്ന് എന്നോട് പകരം വിട്ടല്ലേ? അത് എക്സ്പയർ ആയ കാര്യം നിനക്ക് അറിയില്ലായിരുന്നു മാത്രം പറയരുത്. ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഞാൻ വാങ്ങി വെച്ചതല്ലാതെ കൈ കൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല. എന്റെ കയ്യിലേക്ക് അത് എടുത്ത് തരുമ്പോ പോലും നീ നോക്കില്ലല്ലോ. ലൈസൻസിന്റെ കാലാവധി തീരുമെന്ന സംഭവം എനിക്ക് അറിയത്തു പോലും ഇല്ല. എനിക്കൊന്നും അറിയില്ലേ രാമനാരായണെന്ന് പറഞ്ഞ് ഈ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നത് നീ ഒരുത്തി മാത്ര. ഞാൻ ഫോറിനിൽ പോകാതെ നീ വിളമ്പി തന്നെ തിന്നിട്ട് ഡെയിലി നിന്റെ തിരുമോന്തയും കണ്ട് ഞാൻ ഇവിടെ തന്നെ ചടഞ്ഞുകൂടല്ലേ നിനക്ക് വേണ്ടത്? ഇത്ര വർഷമായിട്ട് നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ? ഏതാണ് അനുസരിക്കില്ല എന്ന് പറഞ്ഞത്? അയർലാൻഡ് നിങ്ങൾ പോണെന്ന് പറഞ്ഞപ്പോ പ്രായമായ അച്ഛനും അമ്മയും തനിച്ചാക്കിട്ട് പോണത് അത്ര ശരിയല്ല, നിങ്ങൾ മാത്രം പോയാൽ മതിയെന്ന് ഞാനല്ലേ പറഞ്ഞത്? ഇങ്ങനെ എന്നോട് സംസാരിക്കാവോ? നമ്മൾ നന്നായിട്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ടാവില്ലേ? പിന്നെ ഉണ്ടാവാതിരിക്കൂ. റാണിയുടെ സാരിയൊക്കെ കൂടുതൽ വില നിന്റെ സാരിക്കായിരിക്കണം. ഓഫീസ് കഴിഞ്ഞ ഉടനെ ഗിരിജയുടെ കൂടെ പോയി ബജ്ജി കഴിക്കണം. ഇതെല്ലാം നീ രസിച്ച് രസിച്ച് പറയുമ്പോൾ ഞാൻ ചിരിച്ചോണ്ട് കേട്ടിരിക്കണം. ഇതുപോലെ ഇനിയുണ്ടല്ലോ. എന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലേ? നീ കാരണം ഇപ്പൊ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല. നല്ല ജീവിതം എന്നൊക്കെ പറഞ്ഞ വേറെ അർത്ഥ. രാവിലെ 7 മണിക്ക് ധൃതി വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വേണ്ട ചോറും കറിയും പാത്രത്തിൽ കുത്തി നിറച്ച് വെച്ചിട്ട് രാത്രിയിലത്തെ 4 ഉണക്ക ചപ്പാത്തിയും കൊണ്ട് ഒരു ദിവസം അവസാനിപ്പിച്ചിട്ട് ആഴ്ചയിൽ ഒരുക്കിയ കിട്ടുന്ന ഒരു ഞായറാഴ്ചയ്ക്ക് വേണ്ടി എന്റെ ലൈഫ് മൊത്തം ഞാൻ ഈ നരകത്തിൽ കിടന്ന് ചാവണോ? എനിക്കൊരു നല്ല സ്ഥലത്ത് വീട് വെക്കണം. നല്ല അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ മോള് വളരണം. നമ്മുടെ അയൽവാസികളൊക്കെ നല്ലവരായിരിക്കണം. എല്ലാവരുടെ ഭാര്യമാരോടും എങ്ങനെ ഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അനൗൺസ്മെന്റ് ശരിയല്ലെങ്കിലോ മോഡുലേഷൻ ശരിയല്ലെങ്കിലോ ഒരാൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്ത് അതെല്ലാം ശരിയാക്കുന്നു. ഫ്യൂച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. എനിക്കതൊന്നും വിധിച്ചിട്ടില്ലല്ലോ. രാഷ്ട്രീയമില്ല, സ്പോർട്സ് ഇല്ല, സിനിമയില്ല. സമയത്ത് വീട്ടിൽ കയറണം. എങ്ങാനും ലേറ്റായ 4 മെസ്സേജും 7 മിസ് കോളും. എന്തിനു വേണ്ടിയാ? ഉള്ളിയുടെ വില കൂടി, തക്കാളിയുടെ വില കുറഞ്ഞു, സ്കൂൾ ഫീസിന്റെ കാര്യത്തിൽ ഒരു ചർച്ച. ഇത് മാത്രമല്ലോ എന്റെ ലൈഫിൽ. ഈ വീട്ടിൽ വന്ന് 14 വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ പറയുന്നത്. ഇതെല്ലാം ചെയ്തത് എന്റെ സന്തോഷത്തിന് വേണ്ടിയാണോ? അച്ഛനും അമ്മയും നന്നായിട്ട് നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഇന്നലെ എന്തുണ്ടാക്കി, ഇന്ന് എന്താണ്, നാളെ എന്തുണ്ടാക്കണം, ഇതൊക്കെ എനിക്ക് വലിയ കാര്യമാ.
പച്ചക്കറിയും ഉള്ളി വിലയൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാ. ഇത്തിരി എരിവ് കൂടിയാലോ ഉപ്പ് കൂടിയാലോ പാത്രം അങ്ങ് പറക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാനെന്താ വീട്ടു ജോലിക്ക് ആളെ വെക്കണോ? അല്ലേ വേണ്ട, ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചോളാം. ഇനി നീ ഒന്നും ഉണ്ടാക്കണ്ട. ഇതെന്താ ഇങ്ങനെ തുടങ്ങുന്നേ? എനിക്കും ആഗ്രഹമുണ്ട്, സ്വപ്നങ്ങളുണ്ട്. സ്വപ്നോ? എന്താണ് നിന്റെ സ്വപ്നം? കണ്ണടച്ചുറങ്ങിയ എല്ലാവർക്കും സ്വപ്നം വരും. അതല്ല, ആഗ്രഹങ്ങളോടെ ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന വിഷനാണ് സ്വപ്നം. അതുപോലെ സ്വപ്നം കാണണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ വേണോടി. അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലടി. ആ ഫോൺ അറ്റൻഡ് ചെയ്യടി. ഹലോ, അതെ, എന്താ, എപ്പോ? ശരി, കമ്മീഷണർ ഓഫീസിൽ നിന്നാ വിളിച്ചേ. രാവിലെ 10 മണിക്ക് വരാൻ പറഞ്ഞു. നീ പോയിട്ട് വാ, എന്നെ കൊണ്ടുവരാൻ പറ്റില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. രണ്ടുപേരും ഒരുപാട് വൈകിയല്ലോ, എന്താ പ്രശ്നം? എല്ലാം സോൾവായി, ഇനി ഒരു പ്രശ്നമില്ല. മോളെ, ഞങ്ങളെല്ലാം അത്താഴം കഴിച്ചു. അമ്മയ്ക്ക് തലവേദന എന്നും പറഞ്ഞ് കിടക്കുക. മേശപ്പുറത്ത് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. കഴിക്കാച്ചാ. അവരെന്തെങ്കിലും ചോദിച്ചാ എനിക്കൊന്നും പറയാനും അറിയില്ല. വല്ലാതെ പേടി തോന്നുക. നിങ്ങളെ ഒന്ന് കൂടെ വാ പ്ലീസ്. ഭക്ഷണം കഴിച്ചില്ലേ? എന്താ രണ്ടുപേരും കൂടി ഇവിടെ? മോനെ, നിനക്കെന്ത് പറ്റിയടാ? അച്ഛാ, ആക്സിഡന്റ് കേസ് കാരണത്തിനായി കമ്മീഷണർ ഓഫീസിൽ വരാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു പേടി. ഒറ്റയ്ക്ക് എന്തിനാ പോകുന്നത്? കെട്ടിയവനെ വിളിച്ചോണ്ട് പോയിക്കൂടെ? ഇവളെന്താ കൊച്ചുകുട്ടിയാണോ കൈ പിടിച്ച് വലിച്ചോണ്ട് പോകാനായിട്ട്? അവള് പോയിട്ട് വരും, അച്ഛൻ പോയി കിടക്കാൻ നോക്ക്. എടാ, പാർക്കിലേക്കൊന്നും അല്ല പോകുന്നത്, പോലീസ് സ്റ്റേഷനിലേക്കാ. കുറ്റം ചെയ്തത് നീയാണ്, ഇവളല്ല. ഞാൻ നിന്റെ കൂടെ വരാൻ പോണു. അതെനിക്കറിയാം. അച്ഛാ പ്ലീസ് പോയി കിടക്കാൻ നോക്ക്. എടാ, എന്താടാ മനസാക്ഷിയില്ലാതെ സംസാരിക്കുന്നത്? അച്ഛനും അമ്മയും ഇല്ലാത്ത പെങ്കൊച്ചാ ഇത്. അതാണ് പ്രശ്നം. അവൾക്കില്ല, അതാണ് പ്രശ്നം. എനിക്ക് എല്ലാരും ഉള്ളതാണ് എന്റെ പ്രശ്നം. അച്ഛാ പ്ലീസ്, ഇതെന്റെ പേഴ്സണൽ മാറ്ററാണ്. അച്ഛനിൽ തലയിടണ്ട, പോയി കിടന്നുറങ്ങ്. കമ്മീഷണർ സാറിനെ കാണണം. നിങ്ങളാരാ? വാസന്തി സന്തോഷ് റാം. അവിടെ ഇരിക്കൂ. നാളെ കഴിഞ്ഞുള്ള നിങ്ങളുടെ പ്രോഗ്രാം? വർക്കിംഗ് ഡേ സർ. ഓഫീസിൽ പോകണം. അത് കഴിഞ്ഞ് വേറൊന്നുമില്ല സർ. ആ ദിവസം ഓഫീസിൽ പോകണ്ട. ഡോൺ വറി, ആബ്സെൻ്റ് ആകാതെ ഞങ്ങൾ നോക്കിക്കോളാം. മിഥുല നിങ്ങളുടെ മകളാണോ? അതെ സർ. 2 ദിവസം മുമ്പ് സ്കൂളിൽ നടന്ന ഫംഗ്ഷനിൽ ഒരു പ്രധാനപ്പെട്ട VIP-യോട് നിങ്ങളുടെ മകളൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. അദ്ദേഹം ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ആരാണ് ഈ ചോദ്യം പഠിപ്പിച്ചതെന്ന് മിഥിലയോട് ചോദിക്കുകയുണ്ടായി. എൻ്റെ അമ്മയാണെന്ന് അവൾ പറഞ്ഞു. അദ്ദേഹം നിങ്ങളെ അനുമോദിക്കാൻ വേണ്ടി സ്പെഷ്യൽ ഗസ്റ്റായിട്ട് കാണണമെന്ന് പറഞ്ഞിരിക്കുക. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ഹോണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. മറ്റന്നാൾ രാവിലെ 8 മണിക്ക് താജ് ഹോട്ടലിൽ പ്രസിഡന്റിന്റെ കൂടെയാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഔദ്യോഗികമായി സർക്കാർ നിങ്ങളെ ക്ഷണിക്കുന്നതായിരിക്കും. നാളെ ഈവനിങ് 4 o'clock ഒഫീഷ്യൽ വെഹിക്കിൾസ് നിങ്ങളുടെ വീട്ടിലെത്തും. സെക്യൂരിറ്റി റീസൺസിന് വേണ്ടി നാളെ ചിലപ്പോൾ താജ് ഹോട്ടലിൽ താമസിക്കേണ്ടി വരും. വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാളെ കൂടെ കൊണ്ടുവരാം.
എന്നാൽ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച നിങ്ങളുമായിട്ട് മാത്രമാണ്. സോ ബി റെഡി ബിഫോർ 4 o'clock ടുമോറോ. സർ, ഒരു ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട് നാളെ 5 മണിക്ക് സ്റ്റേഷനിലേക്ക് വരണമെന്ന് ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞിരിക്കുക. ആ കേസിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. കുറച്ച് സമയത്തിനുള്ളിൽ ആ കേസിന്റെ ഫയൽ മൂടിക്കെട്ടിയിരിക്കും. അതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. യു ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം. യു ആർ അണ്ടർ അവർ പ്രൊട്ടക്ഷൻ ബിക്കോസ് ഫ്രം ദിസ് മൂമെന്റ് യു ആർ സ്പെഷ്യൽ ഗസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നല്ലോണം ശ്രദ്ധിച്ചായിരുന്നോ? ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണണമെന്ന് കമ്മീഷണർ പറയൂടി. വിവരം കേട്ടവളെ. അപ്പൊ നിങ്ങൾ മകളുടെ അടുത്ത് പറഞ്ഞായിരുന്നോ പ്രസിഡന്റിന്റെ അടുത്ത് ചോദിക്കാൻ? അവളുടെ സ്കൂളിൽ പ്രസിഡന്റ് വന്ന കാര്യം എനിക്ക് അറിയില്ല. അല്ല, ഇനി മിഥിലേക്കെങ്ങാനും കടങ്കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അവളത് അങ്ങനെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു കാണും. അങ്ങേര് കോരി തെറിച്ചിട്ടുണ്ടാവും. ആരാ? ഇന്ത്യൻ പ്രസിഡന്റ്? നിന്റെ തലകുറ്റം. എന്താ? എന്തായാലും ഈ സംഗതി ലീക്കാവാൻ പോവാണ്. TV, പ്രസ് ഇവരെ കൊണ്ട് ഈ തെരുവിൽ നടക്കാൻ കഴിയാതെ. ഇന്റർവ്യൂ എടുക്കുമ്പോ എനിക്കും അടുത്തിരിക്കാവല്ലോ അല്ലേ? നീ എന്തിനാ? 40 വർഷമായിട്ട് ഞാൻ TV അല്ലേ കണ്ടോണ്ടിരിക്കുന്നത്. എന്നെ എപ്പോഴാ TV കാണുക? ഇന്റർവ്യൂ ഒന്നും കൊടുക്കരുതെന്ന് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ കൊടുത്താലും അവൾ എന്ത് ചോദിച്ചെന്ന് എനിക്ക് അറിയില്ലല്ലോ. അതറിയാം. സ്കൂള് വിട്ടു വരുന്ന സമയമാ. മിഥില വരട്ടെ. ഇതാണ് രാഷ്ട്രപതി ഭവൻ. അയാൾ താമസിക്കുന്ന സ്ഥലം. സ്വന്തം വീടാണ് വാടക വീടാണ്? ഗവൺമെന്റിന്റെ വീടാ, വാടകയൊന്നും ഇല്ല. ഇതെന്താ ഈ പറയുന്നേ? ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ആവുമ്പം കുറച്ചെങ്കിലും വാടക കൊടുക്കണ്ടേ? നിന്റെ കൈ കൊണ്ട് ഒരു ചായ കുടിക്കണമെന്നുണ്ട്. പോയി ചായ ഇടാൻ നോക്ക്. വേഗല്ലേ. ഞാൻ സ്കൂളിൽ നിന്ന് ടൂർ പോയ സമയത്ത് രാഷ്ട്രപതി ഭവൻ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ അകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞു. അതാ പ്രസിഡന്റേ നിന്നെ കാണാൻ വരുന്നത്. അതെ, നിന്റെ കൂടെ ആരാ വരുന്നേ? ഞാനൊന്നും പോകുന്നില്ല. അദ്ദേഹം വേണമെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചോട്ടെ. നിങ്ങൾ പോയില്ലെങ്കിലേ അദ്ദേഹം ഇങ്ങോട്ട് കറുത്ത പൂച്ചകളെ അയക്കും. നിന്നെ ചായ ഉണ്ടാക്കാൻ പറഞ്ഞു വിടണോ? വെറുതെ എന്തെങ്കിലും പറഞ്ഞു. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെ എടുത്തു നോക്കിയാ 10 പേർക്ക് ഈ ഭാഗ്യം കിട്ടുമോളെ. ഈ അവസരം പാഴാക്കി കളയരുത്. പക്ഷെ ആ ചോദ്യം അവളോട് ചോദിക്കാം. മിഥില മോളെ, പ്രസിഡന്റിനോട് നീ എന്താ ചോദിച്ചത്? എന്താന്ന് പറ മിഥി. പ്രസിഡന്റ് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ്. ഏയ് മിഥി, ആദ്യം നിന്റെ ദേഷ്യം മാറ്റിട്ട് അതെന്താന്നൊന്ന് പറ. ശരി, നീ എന്നോട് മിണ്ടണ്ട, ഞാനും നിന്നോട് മിണ്ടുന്നില്ല. എന്താ ചോദിച്ചെന്ന് മാത്രം പറ. എന്നോട് ചോദിച്ചാ ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടേ ഇല്ല, മിഥില തന്നെ ചോദിച്ചതാന്ന് പറയും. അപ്പൊ നീ എന്ത് ചെയ്യും? ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ. ഇതെന്റെ അമ്മയുടെ ചോദ്യാന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്കിൽ നമുക്ക് കോംപ്രമൈസിലെത്താം. ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞ് നിനക്ക് അയർലാൻഡ് പോകാനുള്ള ഏർപ്പാട് ചെയ്യാം. നീ എന്താ ചോദിച്ചെന്നൊന്ന് പറയടി. 13 വയസ്സായവളാ. തല പിന്നാൻ അറിയില്ല, ഒരു തുണി തേക്കാൻ അറിയില്ല. അമ്മ കുമ്മാന്ന് വിളിച്ചോണ്ട് വരുമല്ലോ, മുഖം പിടിച്ച് ഞാൻ തിരിക്കും. വാ, ഇവളെ ഞാൻ പെറ്റെടുത്തല്ലോ. ഞാൻ എഴുതി തന്ന ക്വസ്റ്റ്യൻസ് അല്ലേ നീ പ്രസിഡന്റിനോട് ചോദിച്ചത്? ദ റോൾ ഓഫ് റേഡിയോ ബിൽഡിംഗ് അവർ നേഷൻ. അത് എപ്പോഴേ സ്കൂളിൽ റിജക്ട് ചെയ്തു. ഓ, ഇവിടെ വെച്ചെന്നറിയില്ലല്ലോ. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കി. ചന്ദനമഴ സീരിയലിലെ ഊർമിള കൊടുത്തിരുന്നൊരു സാരി കണ്ടില്ലായിരുന്നോ? വാസന്തി, സുഖായിരിക്കുന്നു? എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ. ഞാൻ TV കണ്ടു, എന്ത് രസമായിരുന്നു. ഞാൻ പഠിപ്പിച്ച കുട്ടിയാന്ന് എല്ലാരോടും പറഞ്ഞു പറഞ്ഞ് ഞാനങ്ങ് ക്ഷീണിച്ചു പോയി. നിങ്ങളും അങ്ങ് ക്ഷീണിച്ചോ?
ഓ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. നമുക്ക് ചേർന്ന് ഒരു ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോ എടുക്കൂ. ദാ. താങ്ക് യു. വരട്ടെ മോളെ. എന്റെ മരുമകളാ. വാസന്തി മേഡം അല്ലേ? അതെ മാം, ഞങ്ങൾ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തോട്ടെ. എടി ദീപ, വാ. എന്റെ മരുമകളാ. കൺഗ്രാറ്റ്സ് മാം. എന്ത് ചോദ്യമായിരുന്നു അത്? ഒന്ന് കാണിച്ചേടി. അത് സസ്പെൻസ്, സെക്യൂരിറ്റി റീസൺസ്. അതാരാ അത്? കുറെ നേരമായിട്ട് സാരി എല്ലാം എടുത്ത് താഴെ വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. തുളസിയമ്മ, എന്താ ആ കടയിലെ പൈനയും വിളിച്ചേ. സാറേ, ആ കൊച്ചിനെ എനിക്കറിയാം. പ്രസിഡന്റ് ഇവരെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുക. പത്രത്തിലും ടിവിയിലൊന്നും കണ്ടില്ലേ സാറേ? അങ്ങനെയാണോ? അതെ സാറേ. വലിയ വലിയ ആൾക്കാരായിരിക്കും. വെറും ഫോട്ടോയല്ലേ, എടുത്തോണ്ട് പോട്ടെ. എടി വസന്തി. ഗിരിജ, നീ എവിടെയാ? ഓഫീസില് ക്യാൻറ്റീനിലേക്ക് പോണേന്. നിനക്ക് എന്താണ് മോളെ, നീ ലീവ് എടുത്തിട്ട് അടിച്ചു പൊളിക്കണല്ലേ? അത് പോട്ടെ ഗിരിജ. ആ ബബ്ലി മൂസ് എവിടെ? ആര്? റാണിയാ. ക്യാൻറ്റീനിലേക്ക് പോണുണ്ട്. നീ പെട്ടെന്ന് അങ്ങോട്ട് പോ. എന്തിന്? വേഗം പോടി. ഞാൻ പ്രസിഡന്റിനെ കാണുന്ന കാര്യത്തെക്കുറിച്ച് അവളുടെ മുന്നിൽ വെച്ച് സംസാരിക്കേ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ആ വാസന്തി, എന്ത് കളർ സാരിയാണ്? ഗിരിജ, പ്രസിഡന്റിനെ കുറിച്ച് ചോദിക്ക്. പ്രസിഡന്റ് സംസാരിച്ചെന്നാ? ആണോ? ഉച്ചയ്ക്ക് എല്ലാവർക്കും കൂടി ഊണാ? നിന്റെ സമയമാണ് കേട്ടോ. അവക്കിന്ന് പണി കിട്ടിയത് തന്നെ. കലക്ക് കലക്ക്. അത് നന്നായിട്ടാ. ഒറ്റ ദിവസത്തിനുള്ളിൽ പ്രസിഡന്റിനെ കാണുന്നു, ഗവർണറിനെ കാണുന്നു. ഇങ്ങനെ പോണെങ്കിലും ഉണ്ടല്ലോ, നീ ഈ വർഷം തന്നെ ജൂനിയർ സൂപ്രണ്ടന്റ് ആയിട്ട് പ്രൊമോട്ട് ആവുന്ന തോന്നണം. എന്നെ ഒന്ന് മൈൻഡ് ചെയ്യണോട്ടാ. ആഹാ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ തട്ടിപ്പോകും തോന്നുന്നല്ലോ. അവളുടെ കണ്ണീന്ന് ആറുപോലെ ഒഴുകുന്നുണ്ടാവുമല്ലേ? എനിക്കത് കാണാനുള്ള ഭാഗ്യല്ലല്ലോ. എന്താണ് വീടിന് ചുറ്റും പോലീസ് കാവലെന്നാ? കലക്കേടി മോളെ. 1/4 പവന്റെ കമ്മൽ വാങ്ങിച്ച് ഞാൻ നിനക്ക് കാതിലിട്ട് തരും. ആ എന്താ? ഗവർണറുടെ മീറ്റിംഗ് ഫ്രൈഡേയാ. പിന്നെ പ്രസിഡന്റിന്റെ മീറ്റിംഗ് തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് ഡിന്നർ ഉണ്ടാവും. മനോരമയിൽ ഉണ്ടായിരുന്നല്ലോ, നീ വായിച്ചില്ലേ? നിനക്കറിയാലോ, ഞാൻ എപ്പോഴും സിമ്പിൾ അല്ലേ. ഇപ്പോഴും ബസ്സിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഓ മാം, മാം ഇരുന്നോളൂ. ഞാൻ അത് വേണ്ട, അത് വേണ്ട. സാരമില്ല മാം, ഇരുന്നോളൂ. ഹലോ ഗിരിജ, ഞാൻ ഇനിയും പ്രസിഡന്റ് കണ്ടിട്ടില്ല. കാണുന്നതിന് മുമ്പ് ഇങ്ങനെ കണ്ടതിന് ശേഷം പേപ്പർ ടിവിയിലൊക്കെ ഫോട്ടോ സഹിത കവർ സ്റ്റോറി ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കറുത്ത പൂച്ചയോടൊപ്പം ആയിരിക്കും എന്റെ സവാരി. സർ, സമയാവുന്നു, വരാൻ പറയൂ. എല്ലാരോടും വെയിറ്റ് ചെയ്യാ. നീ പെട്ടെന്ന് വാ. എന്റെ പൊന്നു മോളല്ലേ, എനിക്കെന്തോ ടെൻഷനായിരിക്കുന്നു. ഇനിയെങ്കിലും പറ. എന്റെ വയറ്റിലുള്ളപ്പായിരുന്നു എന്റെ മോള്. അതിനുശേഷം അച്ഛന്റെ സ്വഭാവം തന്നെയാ നിനക്കും. അവസാനം വരെ ഇങ്ങനെ തന്നെ ഇരുന്നു. നമസ്കാരം ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. പോയിട്ട് ഫോൺ ചെയ്യണം. വരട്ടെ. പോയിട്ട് വാ. Good morning, ma'am. This is a wake-up call for you. Please be ready at 6:30 sharp for the journal check. Thank you. എന്തൊരു ഹോട്ടലാ ഇത്? ഫ്രിഡ്ജിൽ പാലും പച്ചക്കറിയാ വെക്കുന്നത്. പക്ഷെ ഇത് നമ്മളെ കൊണ്ട് വെക്കുകയാണല്ലോ. ശർക്കര മിഠായും കണ്ണിമാങ്ങ അച്ചാറും എനിക്ക് ജീവനാണെന്ന് പ്രസിഡന്റ് പറഞ്ഞതായി ഞാൻ പേപ്പറിൽ വായിച്ചു. ഞാൻ തന്നതാണെന്ന് പറഞ്ഞങ്ങ് കൊടുത്തേക്ക്.
Ma'am, we are moving. We should go. ആ ഏരിയ മുഴുവനും ബ്ലോക്ക് ചെയ്തു. ഓക്കെ സർ. ഗുഡ് മോർണിംഗ്. പ്രസിഡന്റ് ഏത് മാനസികാവസ്ഥയിലായിരിക്കും എന്നറിയില്ല. പറയാനുള്ളത് ചുരുക്കി പറയണം. ഇത് മുട്ടായും കണ്ണിമാങ്ങയും പ്രസിഡന്റിന് അമ്മ തന്നയച്ചതാ. പ്ലീസ്. What is this? Mango pickle for the president. This? Shakkara mithai. What? Sweet for the president. No. These are not allowed inside the hall. Give it to me. Raise your hands. Please. അവിടുത്തെ സെക്യൂരിറ്റി ഡിസ്റ്റൻസ് മനസ്സിലായി. Here. Is it instructed? Copy. Ma'am, I told you to switch off your mobile. Sorry, I forgot. You want me to hold that for you, ma'am? No, സാരല്ല. Yeah, copy. President will be here in a minute. Stand up, ma'am. Step forward. Ma'am, here. Namaste. Sir, let's get a doctor. We'll take care of it. Please attend There's to a case of her. medical emergency. Quick. Yes, immediate medical assistance required. ആകാശവാണി തിരുവനന്തപുരം. വാർത്തകൾ വായിക്കുന്നത് സന്തോഷ് റാം. രാഷ്ട്രപതിയുടെ അറിയിപ്പിനെ തുടർന്ന് താജ് ഹോട്ടലിൽ അദ്ദേഹത്തെ സന്ദർശിക്കുവാനായി ചെന്ന വാസന്തി എന്ന യുവതി രാഷ്ട്രപതിയെ കണ്ടയുടൻ രക്തസമ്മർദ്ദത്തെ തുടർന്ന് തലചുറ്റി വീണു. കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണോ മോന്ത കുത്തിയത്? മിണ്ടാതിരിക്കെ. തലവഴി തുണിയിട്ട മുഖം മറഞ്ഞെന്നിരിക്കാം. നിന്റെ കാര്യങ്ങളൊക്കെ ടിവിയിലും റേഡിയോയിലും വിളിച്ചു കൂവിയതല്ലേ? നാണം കെടുത്തല്ലേ? അല്ലാതെ കൊച്ചെ എനിക്ക് കൈക്കൂലി ചോദിക്കാൻ പറ്റുമോ? എടി കൊച്ചെ, അടുത്ത സ്റ്റോപ്പാ. ഓട്ടോ, കളക്ടർ ഓഫീസ് പോകണം. കളക്ടർ ഓഫീസ് ഇത് തന്നെയല്ലേ? 2 മിനിറ്റേ ഉള്ളൂ നടക്കാനായിട്ട്. കാല് വേദനയാ, നടക്കാൻ വയ്യ. ഒന്നവിടെ വിട്ടേക്കോ. ആ ശരി, കേറിക്കോ. അല്ല, ഈ മയങ്ങി വീണ് കഴിഞ്ഞാൽ തലക്കല്ലേ പരിക്ക് പറ്റുള്ളൂ? കാലിലെങ്ങനെയാ പരിക്ക് പറ്റിയേ? പിടിക്ക്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഏയ് ഗിരിജ, നീ ഇവിടെ എന്താണ് ചെയ്യണ? അവിടെ എല്ലാരും എന്നെ കളിയാക്കാൻ കാത്തിരിക്കുക. ഇല്ലാന്നൊന്നും പറയാൻ പറ്റൂല. ദൈവമേ, ആകെ നാണക്കേടായി. അല്ല, എന്താണ് പറ്റിയത്?
അതിനെക്കുറിച്ച് പറയാതിരിക്കുന്ന നല്ലത്. ഒരു കൊലപാതകയെ കൊണ്ടുപോകുന്ന പോലെ ആദ്യം തന്നെ എന്നെ കൊണ്ടുപോയി. എന്റെ അമ്മായിയമ്മയുടെ ശല്യോ താങ്ങാൻ പറ്റുന്നില്ല. ആരെങ്കിലും പ്രസിഡന്റിന് കന്നി മാങ്ങിയും ശർക്കര മിഠായും കൊടുക്കൂ? എന്താ എന്നെ ഒരു തീവ്രവാദിയെ പോലെയും ശർക്കര മിഠായ ഒരു ബോംബ് പോലെയും ചെക്ക് ചെയ്ത്. പിന്നെ 4 രാക്ഷസന്മാര് വന്നു. ഇരിക്കെ, എഴുന്നേക്ക്, തിരിയാതെ, ശ്വാസം വിടില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്തു. ആകപ്പാട് നിശബ്ദത. പെട്ടെന്ന് ഒരുത്തൻ വന്നു, ഇടിവെട്ട് പോലെ പ്രസിഡന്റ് വരുന്നു എന്ന് റോഡ് റോളർ പോലെ മുന്നോട്ട് പോ, പിന്നോട്ട് വാ, എന്നെ ടോർച്ചർ ചെയ്തു. അലിബാബ കഥവ് തുറന്നു. ഉള്ളത് പോരാഞ്ഞ് വീണ്ടും ഒരു 10-15 രാക്ഷസന്മാർ മുന്നിൽ വന്ന് നിന്നു. എനിക്ക് അപ്പൊ തന്നെ ബോധം പോയി. പാവം, ആ പ്രസിഡന്റിന്റെ കാര്യം ഓർക്കുമ്പോഴാ. പക്ഷെ ഞാൻ അവസാനമായി ഒന്ന് നോക്കിയപ്പോ പ്രസിഡന്റിന്റെ മുഖം മങ്ങലായി കണ്ടു. കണ്ണു തുറന്നു നോക്കിയപ്പോ ഹോസ്പിറ്റൽ. ഇങ്ങനെയൊക്കെ കാണിച്ച പിന്നെ ആരാണെങ്കിലും ബോധം കിട്ടു പോകും. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇത് ആദ്യമായിട്ട് നമ്മതില പറഞ്ഞത്. ശരി, വാ നമുക്ക് പോകാം. എനിക്ക് നാണിക്കേടാടി. വേണ്ട, നാണിച്ചോണ്ടിരുന്നാലൊന്നും ആരും നിനക്ക് ശമ്പളം തരൂല. അതൊക്കെ സഹിച്ചു നീ ജോലി. നീ തന്നെ എന്നെ കളിയാക്കുന്ന കണ്ടോ? നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. പിന്നെ നിനക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ. അപ്പൊ നിന്റെ ജീവന് യാതൊരു പ്രശ്നം ഉണ്ടാവൂല. ഒപ്പിട്ടിട്ട് നീ വാ. ഇവിടെ പോയത് കാണുന്നില്ല. സിസ്റ്റർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതല്ലാതെ വേറൊരു സെക്ഷൻ നമ്പർ ഉണ്ടല്ലോ. DMO ഓഫീസിൽ നിന്ന് സർക്കുലർ വന്നിട്ടുണ്ട്. ഇനി എല്ലാ ഓഫീസിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ്, എമർജൻസി കിറ്റ് ഇതെല്ലാം വെക്കണമെന്നാ. എന്തിനാ? ഇത് പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിലും ഉണ്ട്, കണ്ടു നോക്ക്. തലകറക്കുള്ളവരൊക്കെ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് നടക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതാ നല്ലത്. അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റാണ്, പ്രായത്തിൽ മൂത്തതും. അദ്ദേഹത്തിന്റെ കാലിൽ വീഴുന്ന തെറ്റല്ല, പക്ഷേ അവിടെ തന്നെ കിടന്നത് തെറ്റാ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ഒരു മുത്തശ്ശിയുടെ കാലി വീണെന്ന് മറന്നുപോയോ? അതെന്താ? എന്താന്നേ, യൂട്യൂബൊക്കെ ഒന്ന് നോക്ക്, എന്നിട്ട് ഫേസ്ബുക്ക് ഷെയർ ചെയ്യും. ഊണും കഴിഞ്ഞ് ഉച്ചമയക്കത്തിന് സ്വന്തം ടേബിളിൽ എല്ലാവരും ഇവിടെ കിടക്കല്ലേ. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്തിനാ? നേരിട്ട് ആംബുലൻസിന് ഫോൺ ചെയ്താൽ പോരെ? മിത്തി, എന്താന്ന് പറഞ്ഞിട്ട് കാര്യടി? എന്താ കാര്യം? കാര്യം പറയാതെ ഇവള് കരഞ്ഞോണ്ടിരിക്കുക. അച്ഛാ, എന്ത് പറ്റി മോളെ? കാര്യം എന്താന്ന് പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവൂ. ഇതുപോലെ ഇന്നലെ കണ്ട സീരിയലിലെ ഒന്നും മിണ്ടാതിരിക്കുവോ? ഏത് നേരവും സീരിയല്. ഇതിലെ ഇടി മോളെ. അച്ഛാ, ഞാൻ സേഷ്മയോട് ചോദിക്കാം. ആരോടും ചോദിക്കണ്ട, ഞാൻ സ്കൂളിൽ പോയില്ല. അയ്യോ മോളെ, അമ്മയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ? എന്റെ കൂട്ടുകാരൊക്കെ എന്റെ മുമ്പിൽ ബോധം കെട്ട് വീണ് എന്നെ കളിയാക്കുക. മോള് കരയണ്ട, മുത്തശ്ശൻ പ്രിൻസിപ്പാളിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാം. ആരും വരണ്ട. ഫേസ്ബുക്കിൽ വാസന്തി ബോധം കെട്ടുന്നൊരു പേജ് ഉണ്ട്. അത് ആരോട് പോയി കംപ്ലൈന്റ് ചെയ്യും? അതിന് 1 ലക്ഷം ലൈക്സ് ഉണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. എല്ലാരും ചോദിക്കുക അയർലൻഡിൽ ബസ്സിലാണോ ട്രെയിനിലാണോ പോകുന്നതെന്ന്. എന്റെ കൂട്ടുകാർക്കൊക്കെ അമ്മയെന്ന് പറയുമ്പോ വലിയ കാര്യ. ഇവിടെ എന്റെ അമ്മേനെ നാണം കെടുത്ത. മൃദുലേ, ഇങ്ങ് വാ. ഇപ്പോഴേ ഈ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങിയ നാളെ വലിയൊരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ അവൾ തരണം ചെയ്യും? എല്ലാവരുടെയും കാര്യങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കാണല്ലോ തീരുമാനിക്കുന്നത്. കഷ്ടം തന്നെ. എന്റെ ചക്കര എന്താ? എല്ലാരും കൂടി ഡിന്നർ കഴിക്കാൻ വെളിയിൽ പോ. ഡ്രസ് മാറ്റിട്ടോ. ഞങ്ങളെന്ന് വെച്ചാ ഞാനും മോളും. അവൾക്കൊരു ടെസ്റ്റ് എഴുതണം. അതിലവൾ എന്തായാലും പാസ്സാവും. സ്കൂൾ റെക്കോർഡ്സിൽ നല്ല പ്രോഗ്രസ് ഉള്ളതുകൊണ്ട് അവൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റ് നോക്കിയിട്ടുണ്ട്. അവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിന് വലിയ ഡിമാൻഡൊന്നുമില്ല. തുടക്കത്തിലേ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സാരമില്ല. പിന്നെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും ഇവിടെ തനിച്ചില്ലേ, കുറച്ച് നാൾ കഴിയട്ടെ. എനിക്ക് നല്ലൊരു ജോബ് കിട്ടുകയും അതോടൊപ്പം നിനക്കും നല്ലൊരു ജോലി അവിടെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഉടനെ നിന്നെ കൊണ്ടുപോകാം. അതെപ്പോഴാന്നേ? 1 വർഷം, 2 വർഷം, കുറച്ച് നാളെന്ന് പറഞ്ഞാൽ ഞാൻ അതുവരെ ഓഫീസിൽ പോകണം, തിരിച്ചു വരണം. വേറെ ഇപ്പൊ അച്ഛനും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. എനിക്ക് നിങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ആരുടെ സ്വപ്നങ്ങൾക്ക് ഞാൻ തടസ്സമാവില്ല. അവളില്ലാതെ ജീവിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. പക്വതയില്ലാത്ത കൊച്ചല്ലേ. ഒരമ്മയുടെ സ്ഥാനത്ത് ഞാൻ തന്നെ കൂടെ ഉണ്ടാവണം. എനിക്ക് അവള് വേണം. നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അവള്. അവൾക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. എന്നോട് വളരെ മെച്ചൂർഡായിട്ടാണ് അവൾ സംസാരിച്ചത്. പിന്നെ എൻ്റെ കൂടെയല്ലേ അവൾ അവിടെ നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ 13 വയസ്സ് പെൺകുട്ടിക്ക് ഓപ്പർച്യൂണിറ്റിയെക്കാളും ആവശ്യമുള്ളത് ഒരുപാടുണ്ട്. ഒരമ്മയായി ഞാൻ മാത്രമേ പറയാനും ചെയ്യാനും പറ്റുന്ന കാര്യങ്ങൾ അത് അവക്ക് മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? നിങ്ങളൊരു നല്ല അച്ഛനായിരിക്കാം, എന്നാൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ സാധിക്കില്ല. വാസന്തി, ആദ്യം നീ നിന്റെ സെന്റിമെന്റ്സ് ഒക്കെ ഒന്ന് കള, എന്നിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്ക്. അമ്മയും അച്ഛനും കുട്ടികളും അടങ്ങുന്നതല്ലേ കുടുംബം? അതെപ്പോഴാ സെന്റിമെന്റ്സ് ആയത്? ഇന്റർനാഷണൽ സ്കൂളും സിലബസും ആണ് ജീവിതമെങ്കിൽ എന്റെ മോക്കത് വേണ്ട. എന്റെ മോൾ എന്നോടൊപ്പം ഉണ്ടായാ മതി, പ്ലീസ്. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നതിൽ ഒരർത്ഥമില്ല. അവൾക്ക് അവിടെ പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഒരച്ഛനെന്ന നിലയ്ക്ക് ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ? ഈ സമയത്ത് അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കതിൽ വിശ്വാസമില്ല. 4 ചുവരുകൾക്കുള്ളിൽ അവൾ ഒരു വാസന്തിയായി മാറണ്ടെന്ന് കരുതിയ ഞാൻ അവളെ കൊണ്ടുപോകുന്നത്. തലമുറകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ തന്നെ പിന്നെയും പിന്നെയും കണ്ട് അതിന് വീണ്ടും അടിമയായി മാറാതെ ഈ ലോകത്തെ അവളൊന്ന് കാണട്ടെ. അവളെങ്കിലും ഒന്ന് ജീവിക്കട്ടെ. അവളെ നീ വിട്ടേക്ക്. Attention ladies and gentlemen, this is the boarding announcement for all passengers traveling on KLM Royal. നന്നായിട്ട് പഠിക്കണം. അച്ഛനെ ബുദ്ധിമുട്ടിക്കാതെ നിന്റെ ജോലികൾ നീ തന്നെ ചെയ്യണം. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാ. സ്കൂൾ, നെയ്ബേഴ്സ്, ഇതൊന്നും അമ്മ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആരെന്തു പറഞ്ഞാലും എല്ലാം അച്ഛനോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അമ്മ പറയുന്ന കാര്യം എൻ്റെ മോക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അച്ഛൻ പറയുന്നത് മാത്രം കേട്ടാ മതി. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും എൻ്റെ മോള് നിർബന്ധം പിടിക്കരുത്. അമ്മയെ വിഷമിപ്പിക്കരുത്. അമ്മ വിഷമിക്കാതെ അമ്മേ. അമ്മയുടെ ഫോണിൽ വൈബർ, സ്കൈപ്പ് എന്ന് 10 ആപ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അമ്മേ. ദിവസവും ഞാൻ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഞാൻ അമ്മയ്ക്ക് ഫോൺ ചെയ്യാം. അപ്പൊ ഇവിടെ 10 മണിയാകും. അപ്പൊ അമ്മ ഉറങ്ങാൻ പോകും. അമ്മയ്ക്ക് ഉറക്കം വരുന്നത് വരെ ഞാൻ സംസാരിക്കും. എന്തുണ്ടെങ്കിലും ഞാൻ അമ്മയോട് ചോദിക്കും. ഞാൻ എവിടെയാണെങ്കിലും അമ്മയുടെ മോളല്ലേ ഞാൻ. അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട. 1 2 പോയിട്ട് ഞങ്ങൾ ഫോൺ ചെയ്യാം. ഓ മോളെ. ഞങ്ങളെ ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. വാസന്തിയെ എത്രയും വേഗം കൊണ്ടുപോകണം. ആ ചോദ്യം എന്താന്ന് ഞാൻ പറയട്ടെ അമ്മേ? വേണ്ട.
ഇന്ന് അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവളെ വിളിച്ചോണ്ട് വന്നേക്ക്. ആ എന്നാ എനിക്ക് അയർലൻഡ് പോകണം. എങ്ങനെ പോകുമെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ മോക്ക് വേണ്ടി പോയേ പറ്റൂ. എൻ്റെ ഭർത്താവിൻ്റെയും മോളുടെയും കൂടെ 14 വർഷം ജീവിച്ചു. എല്ലാവരും ഫോറിനിലാന്ന് ഗമയ്ക്ക് പറഞ്ഞിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല. എവിടെ പോവാന്ന് അച്ഛനും അമ്മയും ചോദിക്കും. 4 ദിവസമായിട്ട് കോണ്ടാക്ട് ഇല്ലെന്ന് ഫ്രണ്ട് പറയും. വൈഫിനോട് ചോദിച്ചാലോ 10 മണിക്കാണ് എഴുന്നേറ്റത്, കാലത്ത് കാപ്പി കുടി കഴിഞ്ഞില്ല, 2 മണിക്ക് വന്ന് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ എല്ലാ കാര്യവും പറയും. എവറി വൈഫ് ഇസ് എ വിറ്റ്നസ് ടു അവർ ഹസ്ബൻഡ്. അതുപോലെ ഒരു ഭാര്യയായി എൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ സാക്ഷിയാകണമെന്ന് കരുതി. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അമ്മയെന്ന് പറയാൻ തന്നെ അവൾക്ക് നാണക്കേടായിരിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ ഭാര്യയാണെന്ന് പറയാൻ പോലും. ഞാൻ ജീവിച്ച് മരിക്കുകയാകിരിച്ച്. കള്ളവും കപടവും ഇല്ലാതെ ജീവിച്ചവളാ ഞാൻ. എന്റെ മോള് എന്നെ പോലെ ആവരുത്, മറ്റൊരു വാസന്തി ആകരുതെന്ന് കരുതി കൊണ്ടുപോയത് അവളെ. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ തീർന്നേക്കാന്ന് കരുതിയതാ. എന്താടി വാസന്തി? വാസന്തി അപ്പൊ വാസന്തി അദ്ദേഹത്തിന് ആരായിരുന്നു? ആ വീട്ടിൽ അവളുടെ സ്ഥാനം നാണക്കേട് തോന്നുക ഗിരിജ. എനിക്ക് എല്ലാവരും ഉണ്ടല്ലോ എന്ന് ഞാൻ കരുതി. എന്നാൽ ആരുമില്ല. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞു, മിഥുലയും പറഞ്ഞു ഫേസ്ബുക്ക് ഒന്ന് കാണാൻ. എനിക്കിപ്പോൾ കാണണം. എടി എന്തിനാടി അതൊക്കെ? വേണ്ട, നീ അതൊന്നും നോക്കണ്ട. ഇതിൽ കൂടുതൽ എന്ത് വരാൻ? വാ, എനിക്ക് കാണണം. Vasanthi, are you a servant or a government servant? കഷ്ടം. ഇതാണ് യഥാർത്ഥ പാദപൂജ. വെൽക്കം മലയാളി. വാസന്തി, പ്രസിഡന്റിനെ ടിവിയിൽ കാണിക്കുന്നുണ്ട്, ഓഫ് ചെയ്തോ? കേരളത്തിൽ 1 ലക്ഷം പേരും കുടിച്ചിട്ട് നേരെയാണ് നിൽക്കുന്നത്. അല്ല, നീ എന്താ ബോധം കിട്ടും വീണ വസന്തി? Is this Vasanthi Krishnakumar of 1998 economics batch? I don't think so. It can be a Vasanthi Krishnakumar. വാസന്തി മാഡം, കലക്ടർ നിങ്ങളെ വിളിക്കുന്നുണ്ട്. പത്ത് മിനിറ്റ് മുമ്പാണ് കളക്ടർ വന്നത്. അകത്തൊരു ലേഡി ഓഫീസർ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഈ ഡിപ്പാർട്ട്മെന്റിൽ കണ്ടിട്ടില്ലല്ലോ. വല്ല എൻക്വയറി ആയിരിക്കും, അല്ലെങ്കിൽ ബോധം കെട്ട് വീണത് എങ്ങനെയാണെന്ന് കാണിക്കാൻ പറയായിരിക്കോ? വന്നേക്കുന്ന കളക്ടറാ, ഒന്ന് ഒതുങ്ങിയേ കൊള്ളാം. ആരാത്? അവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ പുറത്തു പോകണം. ഉടനെ തന്നെ പോണോ? ഔട്ട് സൈഡേഴ്സ് അകത്ത് കയറാൻ പാടില്ല. ആദ്യം പുറത്തു പോകും നിങ്ങൾ, അല്ലെ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. എന്നാ പോയി കംപ്ലൈന്റ് ചെയ്യ്. സൂസൻ, എന്തിനാ ഒരു പ്രശ്നം? അയാൾ പോയി കംപ്ലൈന്റ് ചെയ്യും. Miss Vasanthi, if you don't stop this right now, you will be expelled from this college. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഞങ്ങളുടെ അവകാശം. വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഞങ്ങളുടെ അവകാശം. വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഞങ്ങളുടെ അവകാശം. വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഞങ്ങളുടെ അവകാശം. You can
expel me, sir. But I have a question. നമ്മുടെ കോളേജിൽ ആരും മോശമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നതുമില്ല, അസഭ്യം പറഞ്ഞ ആരെയും വേദനിപ്പിക്കുന്നതുമില്ല. ഞങ്ങളെല്ലാം സ്പോർട്ടീവായി എടുക്കുന്നു. അഥവാ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ അമ്മയുടെയോ അനീതിയുടെയോ വസ്ത്രം അല്പം ഒന്ന് നീങ്ങിപ്പോയെങ്കിലോ ട്രാൻസ്പെറന്റ് ആയി ഡ്രസ് ചെയ്താലോ അവരുടെ വികാരം എന്തായിരിക്കും? വീട്ടിലുള്ളവരോട് പെരുമാറുന്നത് പോലെ പുറത്തും പെരുമാറണം. വെറും വസ്ത്രത്താൽ ആരും ഉയരാനും പോകുന്നില്ല, താഴാനും പോകുന്നില്ല. ഞങ്ങൾ ആരും ഡ്രസ് കോഡ് സ്വീകരിക്കാൻ തയ്യാറല്ല. ആ വാസന്തി എവിടെയാ? അറിയില്ല. കണ്ടെത്തണം. ഇത്രയൊക്കെ ഉള്ളൂ ജീവിതമെന്ന് കരുതി ഞാൻ നെടുവീർപ്പെടുകയാണ്. ഇത് വാസന്തി തന്നെയാണോ സംസാരിക്കുന്നത്? നമ്മുടെ കോളേജില് നിന്റെ പേര് അറിയാത്ത സ്റ്റുഡൻസ് ഇല്ല. നിന്റെ കാലിബറിൽ പാതി പോലും എനിക്കില്ല. നിന്നെ കണ്ട് നിന്നെ പോലെ പഠിക്കാനും നിന്നെ പോലെ പെരുമാറാനും നിന്നെ ഇൻസ്പിറേഷനായി കണ്ടിട്ടാ ഇപ്പൊ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായിട്ടുള്ളത്. നിനക്ക് എന്ത് പറ്റിടി? എന്നെ കൊണ്ട് കുടുംബം കുട്ടികളെന്ന് പറഞ്ഞ് ജീവിച്ച് നിന്റെ ഈ യൂഷ്വൽ ക്ലിഷേസ് ഒന്നും എൻ്റെ അടുത്ത് പറയണ്ട. ഉള്ള ഭക്ഷണം മുഴുവൻ മക്കൾക്ക് പങ്കിട്ട് കൊടുത്തിട്ട് വയറ് മുറുക്കി വിശപ്പോടെ കിടക്കുന്ന അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടുവിടും. ഇതാണ് എന്റെ യഥാർത്ഥ മുഖം. ഈ ഫേസ്ബുക്കിൽ സ്വന്തം മുഖം പോലും കാണിക്കാതെ സൂര്യയുടെ ചിത്രവും നയൻതാരയുടെ ചിത്രവും വെച്ച് ടെക്സ്റ്റ് ചെയ്യുന്ന കുമാരന്മാരെ, കുമാരികളെ. പ്രസിഡന്റിന്റെ മുമ്പിൽ ബോധം കെട്ട് വീണ് ഈ ലോകരാജ്യങ്ങളുടെ നടുവിൽ ഈ ദേശത്തെയും നിങ്ങളെയും തല താഴ്ത്തിപ്പിച്ചത് ഞാനാ. എന്റെ സ്വന്തം ജീവിതത്തിലെ ജോലി തിരക്ക് മൂലവും ഒരു ദിവസം മുഴുവനും നിങ്ങളെപ്പോലെ ഫേസ്ബുക്കിൽ സമയം ചെലവാക്കാൻ കഴിയാത്തതിനാലും എന്റെ ഈ വൈകിയ മറുപടിക്ക് ആദ്യം ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നെ പറ്റിയുള്ള കമന്റുകളും കാർട്ടൂണുകളും നന്നായിരുന്നെങ്കിലും യഥാർത്ഥ സംഭവം അറിഞ്ഞാൽ നിങ്ങളുടെ ഊഹാപോഹങ്ങൾക്ക് അത് സഹായമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ശ്രദ്ധയോടെ കാണണേ. ഹാളിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. എന്നെ ചുറ്റി 7 ബ്ലാക്ക് കാറ്റ്സ്, 4 വൈറ്റ് കാറ്റ്സ്. അതിൽ 1 ഫീമെയിലാ. കിങ് കോങ് കിങ് കോങ്. വയർലെസ്സിൽ പ്രസിഡന്റ് വരുന്നു എന്ന് വാർത്ത വന്നോണ്ടേയിരിക്കുന്നു. ടോട്ടൽ സൈലൻസ്. ഒറ്റ അക്ഷരം ആരും മിണ്ടുന്നില്ല. വിശ്വസിക്കൂ, ഞാൻ മാത്രം അവിടെ ശ്വാസം വിടുന്നത്. കഥവ് തുറന്നു. പ്രസിഡന്റ് എത്തിക്കഴിഞ്ഞു. ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ആ നിമിഷം പ്രസിഡന്റ് എന്റെ മുന്നിൽ വന്ന് നിന്ന് 2 കൈയും കൂപ്പി നമസ്തേ എന്ന് പറഞ്ഞു. ഉള്ള സമയം ഫേസ്ബുക്കിന് വേണ്ടി ചെലവഴിച്ച് പ്രേമവും ബെഡ്റൂമും സ്വന്തം ജീവിതവും ഒളിയും മറയുമില്ലാതെ ശുദ്ധ മനസ്കതയോടെ തുറന്നു കാണിച്ച് ജനസേവനം ചെയ്യുന്ന മിത്രങ്ങളെ ബോധം കെട്ട് വീഴുക എന്നത് ഞാൻ ആദ്യമായിട്ടല്ല. ആദ്യമായി ഒരാളെ കണ്ട് ബോധം കെട്ട് ഭാര്യയായി, രണ്ടാമതും ബോധം കെട്ടു ഒരമ്മയായി, ഇപ്പൊ പ്രസിഡന്റിന് മുമ്പിൽ ബോധം കെട്ട് നിങ്ങളുടെയൊക്കെ സഹോദരിയായി. ഇതാണ് എന്റെ ഉയർച്ചയുടെ കാരണം. സമയം ഇനിയും ഉണ്ട് മിത്രങ്ങളെ. വെയിറ്റ് ആൻഡ് സീ. എടി, നീ എല്ലാരും വായടുപ്പിച്ചല്ല. ഇനി ഒരാളും കൂടിയുണ്ട്. ഭഗവാനെ, അച്ചോ, വരണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതല്ല, എനിക്ക് തുളസി മുത്തശ്ശിയെ കാണണം. അവർക്ക് ഇന്നലെ സുഖമില്ലാണ്ടായി. ഇവിടുത്തെ ഒരു സ്റ്റാഫാ അവർ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയത്. നിങ്ങൾക്ക് അവരുടെ അഡ്രസ് വേണോ? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇറ്റ്സ് വൈറൽ. എന്റെ മെസ്സേജ് ബോക്സ് ഫുൾ ആയി പോയി. വാസന്തി എന്റെ കൂട്ടുകാരൊക്കെ അനുമോദിക്കുക, അറിയാവോ? വാസന്തിക്ക് എവിടുന്ന ഇത്രയും ധൈര്യം കിട്ടിയത്? മിഥിലയുടെ അമ്മയാണല്ലോ എന്ന് വെച്ച് ഒരു ദിവസം ഓർത്തു നോക്കി, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഡാഡിയെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല അമ്മേ. വീണ്ടും വീണ്ടും നോക്കുകയായിരുന്നു. ഹീസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. ID കാർഡ് എടുത്ത് ATM കൗണ്ടറിലിട്ടു, പാൽ പാക്കറ്റ് എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി. സിസ്റ്റം കറപ്റ്റ് ആയി. റീസെറ്റ് ചെയ്യണം. അച്ഛൻ എവിടെ? വന്നിട്ടില്ല. ചെടിക്ക് ദിവസം വെള്ളം ഒഴിക്കുന്നുണ്ടോ അമ്മേ? 2 ദിവസം കൊണ്ട് എല്ലാം വെട്ടി വൃത്തിയാക്കും. ആളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അമ്മേ? വിളവെല്ലാം എടുത്തു കഴിഞ്ഞു. വീണ്ടും തുടങ്ങണമെങ്കിൽ ഇതൊക്കെ ഒന്നേന്ന് തുടങ്ങണം. ആരാ ഉള്ള നോക്കാൻ? ഇവിടെ ആഹാരം മോശം അമ്മേ. മാസത്തിൽ ഒരിക്കലും കഴിക്കേണ്ടത് ദിവസവും ഞങ്ങൾ ഇവിടെ കഴിച്ചോണ്ടിരിക്കുക അമ്മേ.
ആ വാസന്തി, എന്ത് ചെയ്യണമെന്നറിയാവോ? വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി അത് ക്ലിക്ക് ചെയ്ത് എനിക്ക് ഉടനെ വാട്സാപ്പിൽ അയക്ക്. ഞാൻ എത്രയും പെട്ടെന്ന് നിന്റെ അടുത്തെത്തും, മോള് വിഷമിക്കണ്ട. താങ്ക് യു അമ്മ. ഓക്കെ, അമ്മയുടെ കവള് കാണിച്ച്. ബൈ. മുത്തശ്ശിക്ക് സുഖമില്ലെന്ന് അറിഞ്ഞല്ലോ. വയസ്സും പ്രായമൊക്കെ ആയില്ലേ? നീ എന്നെ കാണാൻ തന്നെ വന്നതാണോ? അതെ. ഇതാ ഇതൊക്കെ എന്തിനാ മോളെ? ഇതൊക്കെ വീട്ടിലുണ്ടായതാ. എന്റെ മോളെ ഇരിക്കെ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ഇപ്പൊ വേണ്ട. എനിക്ക് 4 ആമ്പിള്ളാരാ. ഒരുത്തന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും നോക്കാറില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു പെങ്കൊച്ചിനെ ഞാൻ പെറ്റിരുന്നെങ്കിൽ എന്നെ ഈ ഗതിയിൽ ഇട്ടേച്ച് പോകുമായിരുന്നോ മോളെ? നീ വന്നല്ലോ. അപ്പോ ഞാൻ മുത്തശ്ശിയുടെ മോളല്ലേ? എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല മോളെ. എന്റെ കുഞ്ഞ് എന്നെ കാണാൻ വന്നല്ലോ. വാ മോളെ, അകത്തേക്ക് വാ. ഹോസ്പിറ്റലിൽ പോണെങ്കിൽ പറയണം, ഞാൻ കൊണ്ടുപോയി കാണിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. ദൈവം സഹായിച്ച് ഇപ്പൊ ഒരു കുഴപ്പമില്ല. മനുഷ്യനായി പിറന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടായാലേ ജീവിക്കാൻ കൊതി തോന്നും. ആ ഒരു ധൈര്യത്തിൽ വേണമെങ്കിൽ 100 വർഷം വരെ ജീവിക്കാം. ഇപ്പൊ ആർക്കും എവിടെ നേരെ ഇരിക്കുന്നു. എന്നാൽ ഈ തിരക്കിനിടയ്ക്ക് എന്റെ മോൾ എന്നെ കാണാൻ വന്നില്ലേ? ഇത് ഞാൻ മരിക്കണവരെ മറക്കില്ല മോളെ. പോയിട്ട് വരാം. ഇത് ശുദ്ധമായത്. ഇത് മാർക്കറ്റ് കത്തിരിക്ക. അകത്ത് പുഴു ഉണ്ടെങ്കിൽ ശുദ്ധമായത്. ഇതിൽ കീടനാശിനി അടിച്ചിട്ടുണ്ടെങ്കിലേ പുഴു എങ്ങനെയാ അകത്ത് കയറുക? കണ്ടില്ലേ? ഇന്നത്തെ കാലത്ത് തുണിയിൽ ചായം കലക്കണ പോലെ തന്നെ തിന്നണ പദാർത്ഥങ്ങളിലും ചായം കലക്കണണ്ടേ. മായം ചേർത്ത കായ ഇത്. ചുവന്ന് നല്ല മെഴുമിഴാന്ന് കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഈ വിഷം തന്നെയാണോ എല്ലാരും കഴിക്കുന്നത്? വേറെ വഴിയെന്താ? ഇതില് പാചകം ചെയ്ത എത്ര വലിയ പാചകക്കാരനാണെങ്കിലും ഒരു രുചിയും കാണില്ല. ഇന്നത്തെ തലമുറയ്ക്ക് രുചിയുള്ള ആഹാരം കഴിക്കാനുള്ള യോഗം ഇല്ല എന്ന് തന്നെ പറയാം. പരമാർത്ഥാണെന്നേ. വിഷാംശം ഇല്ലാത്ത നാടൻ പച്ചക്കറി മേടിച്ചു തന്നാ കല്യാണത്തിന് വരണ ഒരു സദ്യയെക്കുറിച്ച് ഒരു കുറവും പറയില്ല. അത് ഞാൻ ഉറപ്പുവരാം. എന്തിനാ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നേ? മോളൊന്നും സംസാരിക്കണ്ട. തലയാട്ടിയാ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എല്ലാം മോക്ക് വേണ്ടിയാ. വാ. പച്ചക്കറികളുടെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. ആ കേറി വരൂ. 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 നമസ്കാരം. നിങ്ങളായിരുന്നല്ലേ? ഇവരല്ലേ അന്ന് കടയിൽ വന്നിരുന്നേ? ഇവരാണ് പ്രശസ്ത പാചകക്കാരൻ പിഷാരടി. നമസ്കാരം മോളെ. നമസ്കാരം. ഇരിക്കൂ. നിങ്ങൾ തുളസിയമ്മയ്ക്ക് കൊടുത്ത പച്ചക്കറി എല്ലാം നല്ലതാ. അവര് ഞങ്ങൾക്കും അത് തന്നായിരുന്നു. അത് ശുദ്ധമായതും വളരെ ടേസ്റ്റി ആയിരുന്നു. താങ്ക് യു സർ. അതുപോലെ വേണം ഇനിയും. നിങ്ങൾ പറയുന്ന വില ഞാൻ തന്നോളാം. അതും വരുന്ന സെപ്റ്റംബറിൽ തന്നാ മതി. ഇനി 5 മാസം ഉണ്ടല്ലോ. അതൊന്നും കുഴപ്പമില്ല സാറേ. നിങ്ങളുടെ പച്ചക്കറിയിൽ ആര് പാചകം ചെയ്താലും നല്ല രുചി ഉണ്ടാവും. ഇതാ 2000 പേർക്കുള്ള ലിസ്റ്റായത്. എത്ര പേർക്ക്? 2000. ഇനി കൂടുതൽ വേണമെങ്കിൽ ഞാൻ 2000 പേർക്കുള്ള സദ്യ ഉണ്ടാക്കിയ ഒരു 200 പേർക്കെങ്കിലും കൂടുതലുള്ള ഭക്ഷണം ഉണ്ടാവും അല്ലേ?
ഇതെന്റെ മകളുടെ വെഡിങ് റിസപ്ഷന് വേണ്ടിയാ. ആഹാ. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് വാട്ട് യു ആർ ഡൂയിങ്. താങ്ക് യു സർ. എല്ലാ പ്രശംസയും മുത്തശ്ശിക്കാം. അതെയോ? വരൂ പോകാം. നിങ്ങളുടെ 1.5 ഏക്കർ പച്ചക്കറി തോട്ടത്തെ കുറിച്ച് സുമതിയമ്മ പറഞ്ഞിരുന്നു. ഇനി നിങ്ങള് പുറത്ത് ആർക്കും പച്ചക്കറി കൊടുക്കണ്ട, മൊത്തമായിട്ട് ഞാൻ എടുത്തോളാം. ഒരു കീടനാശിനി ഉപയോഗിക്കരുത് കേട്ടോ. ഞങ്ങൾ വിളിച്ചിട്ട് വരുന്ന ആളുകൾക്ക് വെറുതെ വിഷം വിളമ്പാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾക്ക് ഈ ലിസ്റ്റിലുള്ള ഏതൊക്കെ ഐറ്റംസ് തരാൻ പറ്റുമോ അതങ്ങോട്ട് മാർക്ക് ചെയ്തോളൂ. ബാക്കിയുള്ള ഞാൻ പുറത്തുനിന്ന് മേടിച്ചോളാം. പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ വിവരം അറിയിക്കണേ. അത് ചെയ്താൽ മതി. ഓൾ ദി ബെസ്റ്റ്. പോയിട്ട് വരൂ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോ എത്ര നീളത്തിലാ എഴുതി തന്നിരിക്കുന്നേ. ഓം എന്ന് എഴുതുന്നതിലൊന്നും കുറവില്ല. സവോള 40 കിലോ, തക്കാളി 35 കിലോ, ക്യാരറ്റ് 25 കിലോ, ഉരുള 20 കിലോ, പച്ചപ്പട്ടാണി 5 കിലോ. ഒരു പച്ചക്കറി ചന്ത തന്നെ ഉണ്ട്. എന്താ ഇതൊക്കെ? വീട്ടാവശ്യത്തിനാണെന്നാ ഞാൻ വിചാരിച്ചേ. ഇതിപ്പോ കല്യാണ സദ്യക്കാണെന്ന് ഞാൻ അറിഞ്ഞോ? 1.5 ഏക്കർ തോട്ടമുണ്ടെന്ന് ആരാ പറയാൻ പറഞ്ഞേ? ഒരു ഗമയ്ക്ക് വേണ്ടി ഞാനിങ്ങ് തട്ടി വിട്ടതാ. ആ 1.5 ഏക്കർ സ്ഥലവും ഭൂകമ്പം വന്ന് 2ആയിട്ട് പിളർന്നു എന്ന് പറ. എന്റെ പണി പോകും മോളെ. എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തുമോ? അത് ഞാനിത് ചെയ്യാനാ? തന്നെത്താൻ ഉണ്ടാക്കിയ പ്രശ്നം തന്നെത്താൻ തീർത്തോ? ഞാൻ എന്റെ മോളെ പോലെ കണ്ടതല്ലേ. ശരി, ഒരു കാര്യം ചെയ്യാം. ഈ ലിസ്റ്റിൽ എന്ത് കൊടുക്കാൻ പറ്റുമോ അത് ടിക്ക് ചെയ്യൂ. ബാക്കി പുറത്ത് വാങ്ങാന്നല്ലേ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഈ ഓമെന്ന് എഴുതിയിരിക്കുന്നത് ടിക്ക് ചെയ്യാം, ബാക്കി പുറത്ത് വാങ്ങാൻ പറ. എന്താ പ്രശ്നം? ഇതാ പ്രശ്നം. എന്ത് ഇതാണെന്നോ? ഇതെന്താ? സവോള, തക്കാളി, ഇതൊക്കെ ഒരു ഓർഡർ ആണോടെ? ചേട്ടാ എന്റെ കമ്മീഷൻ മറക്കരുത്. അവരെ വിളിച്ചോണ്ട് വാ. വാ ചേച്ചി, കേറി വാ ചേച്ചി, വാ. പിന്നെ ഹോട്ടലിലേക്കൊക്കെ വേറെ തന്നെ അയക്കണം. എടാ നിന്നോടും കൂടെയാ. എടോ താനും ഒന്ന് കേൾക്കണേ. ചേട്ടാ ഞാൻ പറഞ്ഞില്ലായിരുന്നു. വരൂ മണി, ഈ സാധനങ്ങളൊക്കെ ഒന്ന് വണ്ടി കയറ്റി. എടാ നീ ഒന്ന് സഹായിച്ചു. എന്നാ മാഡം ഈ ലിസ്റ്റ് സൂക്ഷിച്ചോ. ഒരാഴ്ചക്ക് മുമ്പേ കൊടുത്തു വിട്ടാ മതി. അന്നത്തെ റേറ്റ് എന്തുവാന്ന് വെച്ചാൽ അത് ഇട്ടേക്കാം. ഒരാഴ്ചക്ക് മുമ്പെന്ന് പറയുമ്പോ പച്ചക്കറിയൊക്കെ ചീത്തയാവും. 10 ദിവസം ആയാലും കേട് വരത്തില്ല. പറിക്കാൻ 1 ദിവസം, പാക്ക് ചെയ്യാൻ 1 ദിവസം, ലോറിയിലാണെങ്കിൽ 2 ദിവസം, കൂടാതെ എന്റെ അടുത്തിന് 2 ദിവസം, റീറ്റെയിൽ ഷോപ്പിലോ 3 ദിവസം, നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ 4 ദിവസം, മൊത്തം കൂട്ടി നോക്കിയാൽ 15 ദിവസം ആവും. പറമ്പിൽ നിന്ന് പറിച്ച് കറി വെച്ച കാലമൊക്കെ കഴിഞ്ഞു പോയി. ഇതൊക്കെ കേടാവാതിരിക്കാനല്ലേ ഇത്രയും മരുന്നുകൾ അടിക്കുന്നത്. ഇതേ കണ്ടില്ലേ സവോള പാകിസ്ഥാനിൽ നിന്ന് വന്നതാ. നിങ്ങൾക്ക് പച്ചക്കറി ആയിട്ടും പഴങ്ങളായിട്ടും കിട്ടണമെങ്കിൽ ചെറിയ ടെക്നിക്കലൊക്കെ ചെയ്തല്ലേ പറ്റൂ. ഞങ്ങളോട് കീടനാശിനി അടിക്കാത്ത പച്ചക്കറി വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി. ആ സമയത്ത് ഇതുപോലെ മണ്ണും ചെളിയിലൊന്നും പുരട്ടിയെടുത്താൽ മതി. അത് മാത്രമല്ല, ഈച്ച വന്നിരിക്കാൻ ഈ സ്പ്രേ അങ്ങ് അടിച്ചാൽ മതി. പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. കീടനാശിനി തളിക്കാത്തതൊന്നും ഇല്ലേ? അത് നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ലല്ലോ പെങ്ങളെ. വിത്തിടുമ്പം മാത്രം മരുന്നടിച്ചാൽ പോരാ. അത് വലുതാവുന്നത് വരെ 4-5 പ്രാവശ്യം മരുന്ന് അടിക്കണം. ഇത്രയും വിഷം കഴിച്ചാൽ കഴിക്കുന്നവരുടെ ഗതി എന്താവും? നമ്മുടെ ആൾക്കാർ വിഷം കണ്ടതും പേടിക്കില്ല. വില കേട്ടാൽ മാത്രമേ പേടിക്കൂ. ഇവിടെ പാവപ്പെട്ടവർക്കൊരു തക്കാളി, പണക്കാർക്കൊരു വഴുതിനിങ്ങ എന്നൊന്നുമില്ല. സമത്വമായിട്ട് എല്ലാവരും ഇത് തിന്നേ പറ്റൂ. പെങ്ങളെ, ഇവിടെ ഉള്ള സാധനങ്ങളിൽ നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ പറഞ്ഞയച്ചാൽ മതി, കൊടുത്തു വിട്ടേക്കാം. എടാ ഫുള്ളായിട്ട് കാർബൈഡ് പോയി എല്ലാം ഒന്നിച്ച് പഴുക്കേണ്ടതാ. എടാ പറയുന്നത് നിനക്ക് കേൾക്കാവോന്ന്? ഓ ശരി ചേട്ടാ. മിഥില ഉണ്ടോ അവിടെ? അങ്ങനെയാണോ? വന്ന ഉടനെ വിളിക്കാൻ പറയേ. വാസന്തി വന്നു, കൊടുക്കാം. ഹലോ, ഞാനിപ്പോ ജോലി തിരക്കില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കേ. ശരി. സോറി ഗിരിജ, എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ വിളിക്കും. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. വാസന്തിയാ സംസാരിക്കുന്നത്. നിങ്ങളുടെ ഓർഡർ ഞാൻ എടുത്തോളാം.
ഓ താങ്ക് യു വെരി ഗുഡ് ഡിസിഷൻ. അഡ്വാൻസ് എപ്പോഴാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊടുത്തേക്കാം. ഓക്കെ സർ. ഇത് ഏത് നാടാ വാസന്തി? നെതർലാൻഡ്. ഇതുപോലെ ഒരുപാട് രാജ്യങ്ങളിൽ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. അല്ല ഇതൊക്കെ നമ്മുടെ നാടിന് ചേർന്നാണോ മോളെ? എല്ലാ കർഷകരും പറയുന്നത് നഷ്ടത്തിലാന്നാ. അത് മാത്രമല്ല ടെറസിന്റെ മേളിൽ അങ്ങനെ സക്സസ് ആകുന്ന അത് നേരാ. ടെറസിലിരുന്ന് വെള്ളം അടിക്കുകയും ചെയ്യാം, ചീട്ട് കളിക്കുകയും ചെയ്യാം. അതൊക്കെ നിലനിൽക്കും. ഇത് സാധിക്കുമോ? ഈ ഗ്രീൻ ഹൗസിന് എത്ര ചെലവാകും? 20,000 വരെ ആകും. 10 വീടുകളുടെ ടെറസിൽ ഇത് നട്ടുപിടിപ്പിച്ചാൽ 2000 പേർക്കുള്ള പച്ചക്കറികൾ കിട്ടും. ഒരേ സമയത്ത് ഒരു കല്യാണത്തിന് പോലും സപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് കണക്ക്. അതുമാത്രമല്ല, കീടനാശിനികളൊന്നും തളിക്കാത്ത നല്ല ശുദ്ധമായ പച്ചക്കറികൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാം. ഇതിനേക്കാളും നല്ലത് ആട്ടിറച്ചിയല്ലേ? ആടും ഒരു ഓർഗാനിക് തന്നെയാ. ദിവസം പത്രം വായിച്ചാലേ പെണ്ണ് പറയുന്നത് എത്രമാത്രം സത്യാന്ന് അറിയൂ. അല്ല, നാണം കെടുത്തുന്നതും കളിയാക്കുന്നതുകൊണ്ടാണ് ഈ നാടിങ്ങനെ ആയിപ്പോയത്. അല്ല പിന്നെ നമുക്കിത് തുടങ്ങിയാലോ? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും തുടങ്ങണം വാസന്തി. വാസന്തി, എനിക്ക് കുറച്ച് സമയം വേണം. ഒരു ചിട്ടിയുടെ കാശ് കിട്ടാനുണ്ട്, അതൊന്നും കിട്ടിക്കോട്ടെ. പറഞ്ഞത് നേരാ വാസന്തി. എന്റെ സ്വർണ്ണമെങ്കിലും പണയം വെച്ചിട്ട് തുടങ്ങാം. പിന്നെ കാണാം. വരട്ടെ. ടെറസിൽ പച്ചക്കറി വളർത്തി കല്യാണ സദ്യക്ക് സപ്ലൈ ചെയ്യാൻ പോവില്ലേ? നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? ജാത്തിയാലുള്ളത് തൂത്താ പോ, എന്റെ തലയിലെഴുത്ത്. അതല്ല, ഞങ്ങൾ എല്ലാവരും ചേർന്ന്. അയ്യോ, ദൈവത്തോർത്ത് നീ ഒന്നും ചെയ്യല്ലേ. ഇനിയുള്ളത് കുറച്ച് മര്യാദ, അതെങ്കിലും ഇല്ലാതാക്കരുത്. പ്രസിഡന്റിൽ തുടങ്ങിയ കല്യാണ സദ്യ വരെ മനുഷ്യനെ നാട്ടിച്ചൊന്നും മതിയായില്ലല്ലേ നിനക്ക്? കല്യാണ സദ്യ എന്നല്ല, നീ എന്ത് ചെയ്താലും അത് നേരെയാവാൻ പോകുന്നില്ല. ഒരു ഗവൺമെന്റ് ജോലിയില്ലേ, റിട്ടയർഡ് ആവുന്നവരെ അത് നോക്കി ജീവിക്കും. അവനെന്താ മോളെ പറഞ്ഞേ? ബുദ്ധിമുട്ടണ്ട, ജോലിക്ക് പോ, റെസ്റ്റ് എടുക്കാൻ പറയുന്നു അച്ഛാ. എന്റെ പേരിൽ ഒരു ലോൺ എടുക്കണോ അച്ഛാ? ഷുഗർ ഓക്കെ, ലിവർ ഫങ്ഷൻ ഓക്കെ, കൊളസ്ട്രോൾ ഉണ്ട്. ഓടണം. നാട് വിട്ടാണോ? അല്ല, ടെറസിലെ കലാപരിപാടിക്ക് എന്തായി? ആസ് യൂഷ്വൽ. ഈ ആണുങ്ങളുടെ പ്രശ്നം അവരാണായതുകൊണ്ടാ. എല്ലാ പെണ്ണുങ്ങൾക്കും ഓക്കെ, പക്ഷെ അവരുടെ പ്രശ്നം പണവാ. നമ്മൾ ലോൺ എടുത്താൽ 4 കിലോമീറ്റർ ഡെയിലി നടന്നാലോ? കൊളസ്ട്രോൾ അങ്ങ് കുറച്ചാലോ? 2 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ലോണിന് ഞാൻ ഗ്യാരണ്ടി നിൽക്കാം. കേൾക്കുമ്പോ സുഖം തോന്നുന്നുണ്ട്. ഇൻഷുറൻസ് ലോൺ ആണെങ്കിൽ 40 വയസ്സിന് മേലെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചോദിക്കാറുള്ളൂ. പിന്നെന്താ? സഹോദരിക്ക് BP എന്ന് പേപ്പർ മുഴുവനും വന്നല്ലോ. അപ്പൊ എനിക്ക് മീഡിയ സപ്പോർട്ട് ഉണ്ടെന്ന് പറ. സഹോദരങ്ങൾ ആരും ഇല്ലെന്നുള്ള വിഷമം എനിക്കില്ല. ഐ എം ബോൺ വിത്ത് പെയിൻ. വേദനയോടെ ജനിച്ചവളാ ഞാൻ. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വേദനയാണ് പ്രസവം. അതിനു മേലുള്ളൊരു വേദന ഉണ്ടെങ്കിൽ അവളുടെ ഭർത്താവ് അവളെ നാണം കെടുത്തുമ്പോഴാ. ഞാൻ അതും സഹിച്ചു. വേദനകൾ എനിക്കൊന്നും പുതിയതല്ല. നടക്കാം. എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിലും ഓടാൻ ശ്രമിക്കാം. മോളെ വാസന്തി, മോള് പോ. ഞാൻ 40 വർഷമായ അധ്യാപകനായിട്ട് ജോലി നോക്കുക. പക്ഷെ ഒരു ദിവസം പോലും ഈ ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒരു അധ്യാപകനും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. എല്ലാത്തിനെയും വിമർശിക്കുന്നതാണ് ബുദ്ധിയെന്ന് കരുതി എൻ്റെ തലമുറ തന്നെ നശിച്ചുപോയി. എന്നാൽ അതിന് പ്രായശ്ചിത്തമായി ഞാൻ തന്നെ എല്ലാ വീടുകളിലും ചെന്ന് നീ പറഞ്ഞതിലുള്ള സത്യസന്ധതകൾ ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്നു. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ധൈര്യമായി ചെയ്തോ, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ചിറകുകൾ വീശി പറന്നുയരുന്നിതാ പോകയായി ഞാൻ പോകയായി വിജയങ്ങൾ തേടി ഒടുവിൽ ഈ വീഥിയിൽ പോകയായി ഞാൻ പോകയായി
Thank you. കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Next, I call upon Vasanthi Santoshram to take the stage. ഇന്ത്യയിലുള്ള ടോപ്പ് ആർക്കിടെക്ട്സ്, മിനിസ്റ്റേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. ആഫ്റ്റർ 14 years. ഹെഡ് അപ്പ് വാസന്തി. ഒരു റിക്വസ്റ്റ്, കൈ കഴുകാൻ മറക്കണ്ട. അത് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പച്ചക്കറികളാണ്. എൻഡോസൾഫൈൻ, ഈക്കോലൈൻ, ക്ലോറിഡൈൻ, ഫംഗസൈഡ്, വേറെയും ചില കെമിക്കൽ കോക്ടെയിൽസ് നിങ്ങളുടെ കൈകളിൽ പുരണ്ടിരിക്കും. ലിവർ, കിഡ്നി ഡിസ്ഫങ്ഷൻ, ഡിപ്രഷൻ, അവസാനം ക്യാൻസറും. പ്ലീസ് ബി വെരി ഷുവർ ദാറ്റ് യു വാഷ് യുവർ ഹാൻഡ്സ്. ആഹാരമാണ് മരുന്ന്, മരുന്നാണ് ആഹാരം. നമ്മുടെ പൂർവികർ എങ്ങനെ ജീവിക്കണം, എങ്ങനെ കഴിക്കണമെന്നൊക്കെ ശീലിപ്പിച്ചതാണ് അവർ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്പത്ത്. സ്വന്തം കാര്യം മാത്രം നോക്കാതെ ഇത് എനിക്ക്, ഇത് എന്റെ മക്കൾക്ക്, ഇത് എന്റെ പേരക്കുട്ടിക്ക് എന്നും പറഞ്ഞ് വീടിന്റെ പിന്നാമ്പുറത്ത് തെങ്ങും തൈ വെച്ചതൊക്കെ പഴയ കഥ. ക്യാരറ്റിൽ വിറ്റമിൻ എ ഉണ്ട്, തക്കാളിയിൽ വിറ്റമിൻ സി ഉണ്ട്, അമരപ്പയറിൽ പ്രോട്ടീൻ ഉണ്ട്, കത്രിക്കയിൽ കാൽഷ്യം ഉണ്ട്. അതുമാത്രമല്ല, എൻഡോസൾഫൈനും ഫ്ലൂറിഡൈനും ഇതുപോലെ പല വശങ്ങളും എല്ലാ പച്ചക്കറികളിലും ഉണ്ട്. ആപ്പിളിന്റെ തോലിന് ഗുണമുണ്ടായിരുന്നു, ഇപ്പൊ മെഴുകേ ഉള്ളൂ. വിഷം നിറഞ്ഞ പച്ചക്കറികൾക്ക് വില അധികമാണെങ്കിലും വിഷം കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഒരേ നാട് നമ്മുടെ നാട്. നമ്മുടെ മുത്തശ്ശിമാർക്കൊക്കെ കുറഞ്ഞത് 8-12 കുട്ടികൾ. എല്ലാ കുട്ടികളെയും അമ്മ മാത്രം വളർത്തുന്നില്ല, വളർത്തുവാനും കഴിയില്ല. പ്രകൃതിക്കും പങ്കുണ്ട്. ഇപ്പൊ 1-2 പ്രസവിച്ചിട്ട് നമ്മൾ പീഡിയാട്രിഷ്യന്റെ അപ്പോയിന്റ്മെന്റിന് നടക്കുക. കഴിഞ്ഞ തലമുറകൾക്കെല്ലാം വയസ്സാകുമ്പോഴാണ് അസുഖം. ഇപ്പോഴും ജനിച്ച കുട്ടികൾക്ക് പോലും ഹാർട്ടിൽ പ്രോബ്ലം. 5 വയസ്സിൽ തന്നെ കുട്ടികൾ കണ്ണട വെക്കുന്നു. 10 വയസ്സിൽ ഡയബറ്റീസ്, ആസ്മ, ക്യാൻസർ, ഇങ്ങനെ എത്രയോ അസുഖങ്ങൾ. നമ്മൾ ആരോഗ്യത്തെ ശ്രദ്ധിക്കാതെ സൗന്ദര്യത്തെ ശ്രദ്ധിക്കുന്നു. കുട്ടികൾ ഉയർന്ന സ്കൂളിൽ പഠിക്കണം, കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി, വീട്, സമ്പാദ്യം, ഇതേ ചിന്തിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഒരു അസുഖവും വരാതെ ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് ചിന്തിക്കാത്തെ? വയലുകൾ നിരത്തി വലിയ ഫ്ലാറ്റുകൾ പൊങ്ങുമ്പോ അത് മരിച്ചു ജീവിക്കുന്ന കല്ലറയാണെന്ന് കാലം നമ്മളെ ഓർമ്മിപ്പിക്കരുത്. ഇതാണ് സമയം. എല്ലാവരും മാറേണ്ട സമയം. നമ്മുടെ മണ്ണിനെ നമ്മൾ വിശ്വസിക്കണം. ഇനി നമ്മൾ പണിയുന്ന വീടിന്റെ അടുത്ത് ഒരു വൃക്ഷവും മറ്റു പച്ചക്കറികളെല്ലാം വളർത്തുവാൻ അറ്റ്ലീസ്റ്റ് 1 സെന്റ് സ്ഥലമെങ്കിലും വേണം. നമ്മുടെ വീടിന്റെ ടെറസിൽ ഗ്രീൻ ഹൗസ്, മഴവെള്ള സംഭരണി എങ്ങനെ സാധ്യമായോ അതുപോലെ തന്നെ ഓരോ വീടിന്റെ ടെറസിലും ഗ്രീൻ ഹൗസും സാധ്യമാകും. പ്രിയപ്പെട്ടവരെ, ഓരോ ചെറിയ കാര്യങ്ങൾക്കും ബോധം കെട്ട് വീഴുന്ന ഞാൻ ഇനി 7 ദിവസം കൊണ്ട് ഒരു വലിയ വിവാഹത്തിന് ഏകദേശം 2000 പേർക്ക് കഴിക്കാൻ വേണ്ടി കീടനാശിനികളില്ലാത്ത പച്ചക്കറികൾ സ്ത്രീകൾ മാത്രം ചേർന്ന് വെറും 10 വീടുകളുടെ ടെറസിൽ വിളയിച്ച് വിതരണം ചെയ്യാൻ പോവുകയാണ്. നമ്മൾ 2 കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്യണം. 1, ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ഒരു വിത്തെങ്കിലും നട്ടു വളർത്തണം. 2, നമ്മുടെ കുട്ടികൾ ആരോഗ്യത്തോടെ വളരുവാൻ വീടിന്റെ ചുറ്റും അല്ലെങ്കിൽ വീടിന്റെ ടെറസിൽ പച്ചക്കറികൾ നട്ടു വളർത്തണം. ഭൂമിയെ അമ്മയെ പോലെ സ്നേഹിച്ച് പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ച് നമ്മുടെ പഴയ കാലം തിരിച്ചു കൊണ്ടുവരണം. നിങ്ങൾക്കേവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക്സ്. പതിവ് പോലെ ഒരു സാധാരണ മീറ്റിംഗ് ആണെന്ന് കരുതിയാ ഇങ്ങോട്ടും വന്നത്. ഇൻഫാക്ട് ഭക്ഷണ പദാർത്ഥങ്ങളിലെ വിഷാംശം തടയുന്നതിനായി ഗവൺമെന്റ് ഒരുപാട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിലുമുപരിയായി നിങ്ങൾ ഇവിടെ പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ നിയമസഭയിൽ എല്ലാ അംഗങ്ങളെയും ഈ കാര്യം അറിയിക്കും. ഇതൊരു കൂട്ടായ്മയായി മാറണം. അതിന് നിങ്ങളെപ്പോലെയുള്ളവർ മേൽനോട്ടം വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും. താങ്ക് യു സർ. സന്തോഷം. എന്നാൽ ശരി, വരട്ടെ. താങ്ക് യു. Congrats. Thanks.
അച്ഛാ, മീറ്റിംഗ് വലിയ സക്സസ്. മിനിസ്റ്റർ തന്നെ. ആ അകത്തേക്ക് പോകും മോളെ. എന്താ ആളെ മാറിപ്പോയല്ലോ? 2-3 ദിവസമായിട്ട് നിന്നെ സ്കൈപ്പിൽ പോലും കാണാറില്ലല്ലോ. ബിസിയാണ്. മിഥില വന്നില്ലേ? അവളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അടുത്ത വീട്ടിലേക്ക് മലയാളീസാ. അവിടെ ഉള്ളൊരു കുട്ടി ഇവളുടെ ക്ലാസ്മേറ്റാ. ആ കുട്ടി വലിയൊരു ഹെൽപ്പ് അവൾക്ക്. വെൽക്കം ടു അയർലൻഡ്. ഇപ്പൊ സന്തോഷായില്ലേ? 2-ാം തീയതി ഇവിടുന്ന് പുറപ്പെടണം. ഇനി പാക്ക് ചെയ്യാനുള്ള സമയമേ ഉള്ളൂ. പെട്ടെന്നിങ്ങനെ പറഞ്ഞ ഓഫീസ് 1 വർഷത്തേക്ക് ലോങ് ലീവ് എടുക്ക്. പിന്നെയൊക്കെ നമുക്ക് നോക്കാം. അത് മാത്രമല്ല, ഇപ്പൊ എനിക്ക് ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ടെറസിൽ കണ്ടായിരുന്നോ? എല്ലാം കണ്ടു. ഇവിടെയുള്ള എല്ലാ ടെറസിലെയും പച്ചക്കറിയും കണ്ടു. അച്ഛനോട് ഞാൻ സംസാരിച്ചിരുന്നു. അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. ലോണിന്റെ കാര്യം ഓർത്തും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ ഫുഡും ക്ലൈമറ്റും ഒക്കെ വലിയൊരു പ്രശ്നമാണ്. മൃദുല അവിടെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അവളെ എങ്ങനെ നോക്കേണ്ടെന്ന് എനിക്കറിയില്ല. അവളുടെ വിഷമം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ജോലിക്ക് ആളെ വെക്കാന്ന് വെച്ചാൽ 50,000-60,000 രൂപ സാലറി. അതും പാർട്ട് ടൈമായിട്ട് ആളെ കിട്ടൂ. താങ്ക്സ്. എന്തിന്? നിങ്ങളിങ്ങനെ തുറന്നു പറഞ്ഞതിന്. ഒരു നല്ല ജോലിക്കാരിയെ കിട്ടിയിരുന്നെങ്കിൽ വിസയ്ക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ പോലും അയക്കില്ലായിരുന്നല്ലേ? ഓ, മാഡം അവിടം വരെയൊക്കെ സംസാരിക്കാൻ പഠിച്ചൂല്ലേ? 3 നേരവും പാചകം മാത്രം ചെയ്താ ഭർത്താക്കന്മാർക്ക് ബോറടിക്കുമല്ലോ. ഇപ്പൊ എല്ലാ ഭാര്യമാരും ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കാമായിരുന്നല്ലോ. ശരി, നീ എന്താ പറഞ്ഞു വരുന്നത്? ധാരാളം ആൾക്കാരുമായി അവർക്കൊക്കെ വിശ്വാസമേകി നല്ലൊരു കാര്യം ചെയ്യുക. അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയാ നന്നായിരിക്കില്ല. എനിക്കല്പ സാവകാശം വേണം. മൃദുലേ, അമ്മയ്ക്ക് അങ്ങോട്ട് വരാൻ ഇഷ്ടമില്ലെന്ന്. അതറിയില്ല, നീ തന്നെ ചോദിക്കേ. നിനക്കൂടെ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെന്ന് നീ തന്നെ അവളോട് പറ. മോളെ, നീ കരയാതെ. ഞാൻ കേട്ടു. നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. വരാം, ഞാൻ വരാം. ഇതാണോ നിങ്ങൾ പറഞ്ഞ 1.5 ഏക്കർ വെജിറ്റബിൾ ഫാം? നിങ്ങൾ പറഞ്ഞത് ഹിന്ദുവിൽ ആർട്ടിക്കിളായി വന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന എല്ലാ പച്ചക്കറി മാർക്കറ്റിലും റെയ്ഡ് ആരംഭിച്ചു. നിങ്ങൾ സ്ത്രീകൾ ചേർന്ന് ഇങ്ങനൊരു സംരംഭം ആരംഭിച്ചതിൽ എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. കല്യാണത്തിന് ഇനി 6 ദിവസമേ ഉള്ളൂ. ഇത് നിങ്ങളുടെ വീട്ടിലെ കല്യാണം പോലെയാ. നിങ്ങൾ തന്നെ ഇവിടെ എല്ലാവരെയും വിളിക്കണം. എല്ലാരും ഉറപ്പായും വരണേ. ഉറപ്പായിട്ട് എല്ലാവരും വരും. എന്നാൽ എനിക്ക് വരാൻ പറ്റുമെന്നുള്ളതാ സംശയം. അത് ഞാൻ 2-ാം തീയതി എന്റെ ഹസ്ബൻഡിന്റെ കൂടെ അയർലൻഡ് പോവുക. പക്ഷെ 5-ാം തീയതി എല്ലാ പച്ചക്കറികളും വിവാഹ മണ്ഡപത്തിൽ ഉണ്ടാവും. അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓ, അത് ശരി. നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സാരമില്ല, എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ശരി എന്നാ വരട്ടെ. എന്താ വസന്തി പെട്ടെന്നിങ്ങനെ? എന്റെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ പോയല്ലേ പറ്റൂ. 1 വർഷം ലീവ് ചോദിച്ചിട്ടുണ്ട്. അവിടുത്തെ സാഹചര്യം പോലെ തീരുമാനിക്കണം. ഗിരിജയ്ക്കാണ് ബുദ്ധിമുട്ട്. നിങ്ങൾ രണ്ടുപേരും ഇരട്ടകളെ പോലെയല്ലേ? ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടുവരാൻ മറന്നു വസന്തി.
മാഡത്തിന് ഞാനൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. പുസ്തകല്ലേ? മലയാളമായിരിക്കും കേട്ടാ. വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. നേരല്ലേ? അതൊന്നും അല്ല, പേടിക്കണ്ട. പ്രസിഡന്റിനോട് അന്ന് മിഥില ചോദിച്ച ആ ചോദ്യം, മിഥിലയുടെ ഫ്രണ്ട് വാണി എൻ്റെ വീടിൻ്റെ അടുത്താണ്. അവളാണ് എന്നോട് പറഞ്ഞത്. വാസന്തി, വാസന്തി, പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നീ ഇവിടെ എന്ത് ചെയ്യാ? നീ പേടിക്കണ്ട, അയർലൻഡിലെ എല്ലാ വെജിറ്റബിൾസും ഓർഗാനിക്കാ. പ്രസിഡന്റിനോട് മോൾ എന്താ ചോദിച്ചെന്നറിയോ? പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഒരു ദിവസം വഴക്കുണ്ടാക്കിയപ്പോൾ ഒരു പെണ്ണിൻ്റെ സ്വപ്നം, ആഗ്രഹം, കല്യാണത്തിന് ശേഷം അതെല്ലാം എക്സ്പയർ ആവുമെന്ന് പറഞ്ഞിരുന്നു. അത് കേട്ടിട്ട് അത് വച്ചിട്ടാ ആ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നാ അവൾ എന്നോട് പറഞ്ഞത്. നിന്റെ ആ ചോദ്യത്തിന് ഹാറ്റ്സ് ഓഫ്. ഇന്ത്യയിൽ 14 പ്രധാനമന്ത്രികളിൽ ഒരാൾ മാത്രമേ പെണ്ണായിട്ടുള്ളൂ. 15 ജനാധിപതികളിൽ ഒരാൾ മാത്രമേ പെണ്ണായിട്ടുള്ളൂ. എന്തുകൊണ്ടാ? ഈ രാജ്യത്തിൽ ബുദ്ധിമതികളായ യോഗ്യതയുള്ള പെണ്ണുങ്ങൾ ആരും ഇല്ലേ? അതോ അവരുടെ സ്വപ്നങ്ങളെ ആരെങ്കിലും തടഞ്ഞു നിർത്തുന്നുണ്ടോ? ഹൂ ഡിസൈഡ്സ് ദ എക്സ്പയറി ഡേറ്റ് ഓഫ് എ വുമൻസ് ഡ്രീം? നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പെൺ മുഖ്യമന്ത്രികളുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അവരാരും അവരുടെ സ്വപ്നങ്ങൾ നശിപ്പിച്ചിട്ടുമില്ല, കണ്ണുനീര് പൊഴിച്ചിട്ടുമില്ല. ഞാൻ അയർലൻഡിലേക്ക് വരുന്നില്ല. എന്നെ ഉദാഹരണം കാണിച്ചല്ലേ അവൾ ആ ചോദ്യം ചോദിച്ചത്. ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. അവളെ വിളിച്ചു തരൂ. ആദ്യമായിട്ടാ നിങ്ങളെ ധിക്കരിച്ച് ഞാൻ നടക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഭാര്യയാ. ആ ബന്ധത്തിന് ബഹുമാനം കൊടുത്ത് എന്നെ മനസ്സിലാക്കൂ. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ ഗ്രീൻ ഹൗസ് എന്ന ഈ പദ്ധതി വളർന്നു വലുതാവാൻ കാരണമായ സാധാരണ UD ക്ലർക്കായി ജോലി ചെയ്തുകൊണ്ട് സ്വന്തം പേരിൽ ലോൺ എടുത്ത് തന്റെ വീടിനെ ആസ്പദമാക്കിക്കൊണ്ട് ജൈവ പച്ചക്കറി കൃഷി ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത ശ്രീമതി വാസന്തിക്ക് ഈ നിയമസഭ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. 2 വർഷത്തിന് മുമ്പ് ഇതേ പേജിൽ എൻ്റെ അമ്മയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും തമാശകളും കണ്ട് ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ഇന്ന് അതേ പേജിൽ തന്നെ അമ്മയുടെ മോളാന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. വിഷാംശമില്ലാത്ത പച്ചക്കറികൾ ഇന്ന് എല്ലാവരുടെയും വീട്ടിലെ മേശപ്പുറത്തിരിക്കുന്നതിന് എൻ്റെ അമ്മയാണ് കാരണമെന്ന് എന്നെ പ്രശംസിക്കുകയാണ്. ഭാവി കാലത്ത് നിനക്ക് ആരെ പോലെ ആകണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റൊരു ഉത്തരം മാത്രമേ പറയാനുള്ളൂ: വാസന്തിയെ പോലെ ആകണമെന്ന്. താങ്ക് യു വസന്തി ഫോർ ബീയിങ് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് അകന്ന് 1 വർഷമായി. ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇനി വളരുന്ന കുട്ടികൾ എന്തിനു കരയുന്നുവോ അതിന് മാത്രം കരഞ്ഞാൽ മതിയെന്ന്. എല്ലാത്തിനും കരയുന്ന പെണ്ണുങ്ങൾ ഞങ്ങളുടെ ഈ തലമുറയോടെ ഇല്ലാതാകട്ടെ. എല്ലാവരും കരഞ്ഞ കരച്ചിലിന് എൻ്റെ അമ്മയൊരു ഉദാഹരണമാവട്ടെ. ഷുവർ അമ്മേ, എന്തെന്നില്ലാത്തൊരു ഭയം എനിക്കിപ്പോഴുണ്ട്. എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട നിമിഷമാണ്. ഓൾ മൈ വിഷസ് ആർ വിത്ത് ഹർ because today she is meeting the Honorable President of India. Namaste. Namaste. Please. Thank you. ഇന്ന് എൻ്റെ അമ്മ ഇവിടെ ഇരിക്കുന്നതിനുള്ള കാരണം ഞാൻ ചോദിച്ച ചോദ്യത്തിന് വേണ്ടിയല്ല, അതിന്റെ ഉത്തരമായി മാത്രമാണ്. Excuse me, please. What is this? Sorry, my room key. My husband. Namaste. Namaste. My daughter, Mithila. Hello.
Do take a seat. Are these your winter vacations? Yes, sir. We will be going back in 10 days. Do you miss your mother? She doesn't let me miss her. 2 years ago, I wanted to meet an ordinary woman who asked me an extraordinary question. I was disappointed. Today I'm meeting the same woman to discuss how to take her vision forward nationally. You fainted, but you woke up and turned your lowest point into a starting point. Young man, you should be very proud of your wife. Tell me, in these past 2 years, which has been your happiest moment? Now, this moment. I believe you've resigned your job with the Revenue Department Yes, sir. for a much greater cause, isn't it? Vasanthi Santosh Ram, calling from Rashtrapati Bhavan. Oh, long journey, my dear friend. എന്നെ എനിക്ക് പരിചയപ്പെടുത്തി ഡൽഹിക്കും ട്രിവാൻഡ്രത്തിനും 3 മണിക്കൂറാണെന്ന് മനസ്സിലാക്കി തന്ന സൂസന് നന്ദി. No formalities. 1 month ഞാൻ അയർലൻഡിൽ പോവാ. അത് കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡും ഞാനും മോളും യൂറോപ്പ് പോവാ. ലോകം കാണണ്ടേ? Oh, great. ഞാനും യൂറോപ്പിലുണ്ടാവും. എന്നെയും വന്ന് കാണണം. കണ്ടിരിക്കും. ഓ, പറയാൻ മറന്നു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സൂസൻ. ഇന്നത്തെ ദിവസമാണ് എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്തത്. അന്തസ്സോടുകൂടി ഭർത്താവിനെയും എന്റെ മോളെയും ഞാൻ നേടി സൂസൻ. ഇതാണ് എന്റെ വാസന്തി. How old are you? It doesn't matter. That's my girl. കാലം മാറുന്നു, വിണ്ണിൽ വാഴാൻ മോഹം തോന്നും. കാലം മാറുന്നു, പതിവായി കയറും പടികൾ പതറും. നാട്ടിൽ നാവിന്നു നീളം. ഏയ് നീ ആരെ ഭയന്നിടാതെ 4 വാക്ക് ചൊല്ലു 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 ചൊല്ലു. കർക്കിടകനാള് നോക്കി കാത്തിരുന്നതല്ലേ, വിത്തെറിഞ്ഞു മാറിയെന്ന് പെയ്ത് തോർന്നതല്ലേ. കാലം മാറുന്നു, നീ വാഴാൻ പോരുന്നു. പോരുന്നു പോരുന്നു പോരുന്നു. വാ വാ ഏകാലം ഏകാലം മാറുന്നു. കാലം മാറുന്നു, വിണ്ണിൽ വാഴാൻ മോഹം തോന്നും. കാലം മാറുന്നു, പതിവായി കയറും പടികൾ പതറും. കാലം
കാലം മാറുന്നു വിണ്ണിൽ വാഴാൻ മോഹം തോന്നും കാലം മാറുന്നു പതിവായി കയറും പടികൾ പതറും നാട്ടിൽ നാവിന്നു നീളം ഏയ് നീ ആരെ ഭയന്നിടാതെ 4 വാക്ക് ചൊല്ലു 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 കർക്കിടക നാള് നോക്കി കാത്തിരുന്നതല്ലേ വിത്തെറിഞ്ഞു മാറിയെന്ന്